മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന 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 വൃന്ദാവന ചന്ദന ഗോപിക മനുമോഹന വൃന്ദാവന ചന്ദന ഗോപിക മനുമോഹന വൃന്ദാവന ചന്ദന ഗോപിക മനുമോഹന വൃന്ദാവന ചന്ദന ഗോപിക മനുമോഹന ജയ രാധാ ജീവന രാജീവദളലോചന ജയ രാധാ ജീവന രാജീവദളലോചന ജയ രാധാ ജീവന രാജീവദളലോചന ജയ രാധാ ജീവന രാജീവദളലോചന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന വൃന്ദാവന ചന്ദന ഗോപിക മനുമോഹന വൃന്ദാവന ചന്ദന ഗോപിക മനുമോഹന വൃന്ദാവന ചന്ദന ഗോപിക മനുമോഹന വൃന്ദാവന ചന്ദന ഗോപിക മനുമോഹന ജയ രാധാ ജീവന രാജീവദളലോചന ജയ രാധാ ജീവന രാജീവദളലോചന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന മുരളീധര മോഹന മുരളീധര മോഹന സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ഭാഗവതം അതിലെ ചതുർത്ഥ സ്കന്ധം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 കഥകളാണ് പ്രധാനമായിട്ടും ഈ ചതുർത്ഥ സ്കന്ധത്തിൽ. ഒന്ന് ദക്ഷചരിത്രം, 2 ധ്രുവചരിത്രം, പിന്നെ പൃഥുചരിത്രം, പുരഞ്ജനോപാഖ്യാനം. 4 കഥകളാണ്. 4 കഥകളും പുരുഷാർത്ഥങ്ങളെ കാണിക്കുകയെന്ന് പറയും. പുരുഷാർത്ഥം നമുക്കറിയാലോ, പരമപുരുഷാർത്ഥം മോക്ഷമാണ്. പുരുഷാർത്ഥങ്ങൾ 4: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മത്തെ പറ്റി എടുത്തു പറയുകയാണ് ദക്ഷൻ്റെ ചരിത്രം. പലരും അങ്ങനെയാണ് ദക്ഷനെ പോലെ തൻ്റെ ധർമ്മം ഇതാണ് എന്ന് പറഞ്ഞ് ചെയ്യണത് ചിലപ്പോൾ അങ്ങനെയാവില്ല. യജ്ഞം ചെയ്യണ്ടേ, യാഗം ചെയ്യണ്ടേ, ശരിയല്ലേ എന്ന് പറഞ്ഞ് ചെയ്യണത് എന്താ? ഈശ്വര നിന്ദ. ഇതുപോലെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഞാൻ ചെയ്യണത് ധർമ്മമാണെന്ന് നടിച്ച് താൻ ചെയ്യണത് ശരിയെന്ന് പറഞ്ഞ് അതിലെന്ത് വരും? വലിയൊരു പിഴവ് വരും ഭഗവാനെ നിന്ദിക്കാനായിട്ട്. പ്രധാനം ഭഗവാനെ ഉപാസിക്കൽ തന്നെയാണ് നമ്മുടെയൊക്കെ പ്രധാന ധർമ്മം. അത് വിട്ടു പേരിൽ മാത്രമേ എന്തുള്ളൂ? യജ്ഞം എന്നുള്ളൂ. ചെയ്യണതൊന്നും അതല്ല. അങ്ങനെയുള്ള അപകടം നമുക്ക് വരരുത് എന്ന് കാണിക്കുകയാണ്. ഇനി അർത്ഥം, ധനം. എന്താണ് ഏറ്റവും വലിയ അർത്ഥം? ഏറ്റവും വലിയ ധനം എന്താണ്? ധ്രുവം വിചാരിച്ചു അധികാരത്തിലിരിക്കലാണ് ഏറ്റവും വലിയ ധനം എന്ന് വിചാരിച്ചു. ഭഗവാനെ കിട്ടിയിട്ടും ഭഗവാനോട് പറഞ്ഞു 36,000 കൊല്ലം രാജ്യം ഭരിക്കണം. പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ തിരുമേനിക്കില്ല, പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞു തൻ്റെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കിയതാണ്. 36,000 കൊല്ലം രാജ്യം ഭരിക്കട്ടെ. എന്തിനായി അത്രയൊക്കെ കൊടുത്തത്? അല്ല, ഇരിക്കണമെന്ന് നല്ല സുഖമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലേ അത് കണ്ട് മടുക്കണം വെച്ചാൽ കുറച്ച് അധികം കാലം ഇരുന്നാൽ മതി. 2 ദിവസമൊക്കെ ഇരുന്ന് മാറിയാൽ ഇനിയും വേണം തോന്നുന്നു. 36,000 കൊല്ലം കണ്ടിരുന്നപ്പം ധ്രുവനും മനസ്സിലായി വേണ്ടില്ലായിരുന്നു. ഇതിൻ്റെ ആ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായി. നമുക്കിതേപോലെ ഒന്നിനോട് വല്ലാതെ മോഹം തോന്നുന്നുണ്ടെങ്കിലേ പാലട പ്രഥമൻ വലിയ മോഹമുണ്ട്, 10 ബക്കറ്റ് ഒരുമിച്ച് അങ്ങോട്ട് കുടിക്കട്ടെ. ഈശ്വര, 6 മാസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പാൽപ്പായസം.
നമ്മളെന്ത് പറയും? 2 ദിവസം കഴിയുമ്പോഴേക്കും അറിയാണ്ട് പറഞ്ഞു പോയതാ. അതല്ലാണ്ട് വേറെ വഴിയില്ല. ഒന്നെങ്കിൽ അങ്ങോട്ട്, അതാണ് ഇവിടെ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം തെളിഞ്ഞു, ബോധ്യമായി. എന്ത്? ഈ കസേരയിൽ ഇരിക്കലോ പ്രശസ്തി ഉണ്ടാവലോ അതൊന്നുമല്ല മുഖ്യം. ഈശ്വരനെ കിട്ടലാണ് ഏറ്റവും വലിയ ധനം. ഭഗവാനെ കിട്ടലാണ്, ഭഗവാനാണ് ഏറ്റവും വലിയ ധനം എന്ന് മനസ്സിലാക്കിയ ധ്രുവൻ്റെ കഥ. അതിനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെ വേണം കാമം അനുഭവിക്കാൻ? അത് പ്രസാദം കഴിക്കുന്നത് പോലെ ഇത് ഭഗവാന്റെ പ്രസാദമാണെന്ന് മനസ്സിലാക്കിയിട്ട് വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് കഴിക്കണ്ട പറഞ്ഞിട്ടില്ല, കുട്ടികളുണ്ടാവേണ്ടെന്ന് പറയണില്ല, കാശുണ്ടാക്കണ്ടെന്ന് പറയണില്ല. അതൊക്കെ എങ്ങനെ വേണം? പൃഥുവിനെ പോലെ. അയാൾ കവർന്നെടുക്കല്ല, കറന്നെടുക്കുക. ഈ ഭൂമിയിൽ നിന്ന് അനുവാദം ചോദിച്ചെടുത്തോട്ടെ, നല്ല കാര്യങ്ങൾക്കായിട്ടാണ് എടുത്തോട്ടെ എന്ന് ചോദിച്ച് അതിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് കറന്നെടുക്കുകയാണ് വേണ്ടതെന്ന് കാണിക്കാൻ ആണ് ദോഹനം. ഭൂമിയോട് അനുവാദം ചോദിച്ച് ഭൂമിയെ സ്നേഹിച്ചിട്ട് അങ്ങനെ കൃഷിയിലൂടെ സമ്പാദിക്കുക. ധാർമ്മികമായിട്ട് അത്യധ്വാനം ചെയ്ത് സമ്പാദിക്കാം കാശ് വേണമെന്നുണ്ടെങ്കിൽ. അതല്ലാതെ അധാർമികമായിട്ട് പുറപ്പെടുന്നത് ശരിയല്ല. അപ്പോൾ കാമം അങ്ങനെയാണ് അനുഭവിക്കേണ്ടത്. അങ്ങനെയാണ് അനുഭവിക്കേണ്ടതെങ്കിൽ അനുഭവിക്കും തോറും മതിയാവും. ഇനി ഈശ്വരനിലേക്ക് തിരിയാൻ തോന്നും. അതാണ് പൃഥു. അവസാനം അദ്ദേഹവും യോഗമാർഗത്തിലൂടെ ഭഗവാനിലെത്തി. പ്രധാനം മോക്ഷം തന്നെയാണ് എന്ന് കാണിക്കാനായിട്ട് ബർഹിഷത്തിന് ഉപദേശം കൊടുക്കുന്നു. അതാണ് പുരഞ്ജനോപാഖ്യാനം കഥ. തത്വമസി. ഭഗവാനോട് ചേരുമ്പോഴേ സമാധാനം ഉണ്ടാവുള്ളൂ. ചേരാണ്ട വിഷയമൊന്നുമല്ല, നമ്മളൊക്കെ ഭഗവാൻ തന്നെയാണ്. പക്ഷെ എന്തോ ഒരു മായ, ഒരു മറ അങ്ങനെ കിടക്കുന്നു. കരിയിലയുടെ ഇടയിൽ കൂടെ നമ്മൾ രത്നത്തിൻ്റെ ശോഭ അറിയുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് അറിയണം വെച്ചാൽ ഓരോ കരിയിലയായിട്ട് അങ്ങനെ മാറ്റണം. അങ്ങനെ 7 കരിയില ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അപ്പം ഇന്നലെ ഒരു കരിയില നമ്മൾ മാറ്റി, ഇന്ന് 2ാമത്തെ കരിയില കുറച്ച് മനക്കെട്ടിട്ടാണെങ്കിലും നമ്മളങ്ങനെ എടുത്ത് മാറ്റുകയാണ്. അങ്ങനെ 7ാം ദിവസം ആകുമ്പോഴേക്കും ആ രത്നത്തിൻ്റെ ശരിക്കുള്ള പ്രഭ ഇപ്പോഴും ഉണ്ട്. കുറേശ്ശെ ഒക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ ചിരിക്കാറില്ലേ? എപ്പോഴൊന്നും ഇല്ലെങ്കിലും. അപ്പം പ്രഭ ഇല്ല എന്നുമില്ല, പക്ഷേ എപ്പോഴും ചിരിക്കാൻ പറ്റണില്ല. ചിരിച്ചുകൊല്ലുള്ളതല്ല, എപ്പോഴും ആനന്ദമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല. അപ്പം അത് ആവണം. അതാണ് കാണിക്കുന്നത്. അത് നമ്മളെ അറിയാത്തത് കൊണ്ടാണ്, ഈശ്വരനെ അറിയാത്തത് കൊണ്ടാണെന്ന് അർത്ഥം. ഇവിടെ കഥ പറഞ്ഞു വരുമ്പം കഥ എന്നുള്ളത് വെറുതെ നമ്മളെ ഒന്ന് പിടിച്ചിരുത്താനായിട്ടുള്ളൊരു സംഗതിയാണ്. വിട്ടുപോവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബകഥ പോലെ വർണ്ണിക്കുകയാണ് കാര്യങ്ങൾ. സ്വയംഭൂമനുവിൻ്റെ കഥ, കുടുംബകഥ. കല്യാണം കഴിച്ചു ദേവഹൂതിയെ. അങ്ങനെ 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും ഉണ്ടായി. 3 പെൺകുട്ടികളുടെ കഥ പറഞ്ഞല്ലോ. ആൺകുട്ടികൾ ആദ്യം ഉണ്ടായത്. എന്നാൽ അവരെ കഥയല്ലേ പറയേണ്ടത്? അങ്ങനെയല്ല. എപ്പോഴും പെൺകുട്ടികൾക്ക് കുറച്ചധികം പ്രാധാന്യം കൊടുക്കുമല്ലോ. സ്ത്രീകൾക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ട് ആദ്യം സ്ത്രീകളുടെ കഥ പറഞ്ഞു. ഇനി ആൺകുട്ടികളുടെ കഥ. മൂത്ത മകൻ പ്രിയവ്രതൻ, അത് പിന്നെ പറയാം, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് 2ാമത്തെ മകൻ ഉത്താനപാദൻ്റെ കഥ പറയാം. എന്തപ്പം ഉത്താനപാദനോട് ഇത്ര സ്നേഹം? ഉത്താനപാദനോട് സ്നേഹമായിട്ടല്ല, ഉത്താനപാദൻ്റെ മകൻ ധ്രുവനോടുള്ള ആ ഒരു ബഹുമാനം കൊണ്ട്, സ്നേഹം കൊണ്ട് ആ കഥ ആദ്യം പറയാൻ പുറപ്പെടുകയാണ്. ഉത്താനപാദൻ്റെ കഥയൊക്കെ വളരെ പ്രസിദ്ധമാണ്, നമുക്കറിയാം. ഉത്താനപാദൻ 2 കല്യാണം കഴിച്ചു. ആദ്യം സുനീതിയെ, പിന്നെ സുരുചിയെ. സുരുചി വന്നതിൽ പിന്നെ അദ്ദേഹത്തിന് താല്പര്യം സുരുചിയാണ്. നമുക്കും നീതിയൊക്കെ ഉണ്ടാവും, പക്ഷെ രുചി വന്നാൽ നീതിയോടുള്ള താല്പര്യം പോകും, അല്ലേ? ഇല്ല, കഥയൊക്കെ അങ്ങനെ ഇരുന്ന് കേൾക്കാം. ആ കേൾക്കണം എന്നുള്ള തോന്നൽ നീതി കേട്ടോ. എന്താണ്? ഇരുന്ന് കേൾക്കണം. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ അടുത്ത് ഒരു സിനിമാ താരം വന്നിട്ടുണ്ട്. ഇരുന്ന് കേൾക്കും. പിന്നെയും അവിടെയാണ് വിഷയം. നമുക്ക് രുചി തോന്നുന്ന വിഷയം വന്നുവെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ നീതി വിട്ടിട്ടും പോകും. മെഗാ തിരുവാതിരക്കളിയുണ്ട് എന്ന് കേട്ടാൽ അല്ല, അറിയില്ല ഏതിലാണ് നിങ്ങൾ പിടിക്കാൻ നമുക്കറിയില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോന്നാവും. ചിലപ്പോൾ നീതി വിട്ടിട്ടും ഓടും. ഇതേ ഉത്താനപാദനം പറ്റിയിട്ടുള്ളൂ. നമ്മൾ ഉത്താനപാദനം വല്ലാണ്ട് കുറ്റം പറയണ്ട. നമ്മളെ കഥയിൽ പറഞ്ഞത് ഉത്താനപാദം എന്ന് പറഞ്ഞാൽ ജീവൻ എന്നർത്ഥം. 2 ഭാര്യമാർ എന്ന് പറഞ്ഞാൽ വിദ്യ അവിദ്യ ആണ്. നീതി രുചി. പലപ്പോഴും നീതിയാണ് വേണ്ടതെങ്കിലും നമുക്ക് നീതിയും രുചിയും കൂടി ഒരുമിച്ച് വന്നാൽ നമ്മൾ നീതിയെ തള്ളി മാറ്റി രുചിയുടെ പിന്നാലെ പോയിട്ടാണ് അധപ്പതനം സംഭവിക്കാറ്. അപ്പോഴാണ് ഉത്താനപാദനാവുക. പാദം എന്ന് പറഞ്ഞാൽ കാല്, ഉത്താനം എന്ന് പറഞ്ഞാൽ മുകളിൽ, കാല് മുകളിൽ, തല കീഴുമായി. പ്രത്യേകിച്ച് രാജാവാകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, ഭരണാധികാരികൾ കുറച്ചധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരാൾ വീഴ്ച സംഭവിച്ച വലിയ പ്രശ്നമാണ്. നമുക്കും പറ്റരുത്, പക്ഷെ അവർ കുറച്ച് അധികം ശ്രദ്ധിക്കണം. പക്ഷെ ഇതെന്ത് പറ്റി? അദ്ദേഹം ശ്രദ്ധിച്ചില്ല. അതാണ് തല കീഴാക്കിയവൻ. ആദർശങ്ങൾ തല കീഴാക്കിയവൻ എന്നാണ് ഉത്താനപാദൻ എന്ന് പറഞ്ഞ അർത്ഥം.
നീതി രുചി സൂന്ന് വെച്ചാൽ നമുക്ക് അർത്ഥം കിട്ടില്ല, അതുകൊണ്ട് സൂന്ന് തൽക്കാലം മാറ്റിയതാ, ഇനി കിടന്നെടുത്തോളൂ, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എന്തോ കല്യാണം കഴിച്ച കഥ പറയാൻ വിചാരിക്കും. അല്ല, നീതിയും രുചിയും വന്നപ്പോൾ അദ്ദേഹത്തിന് നീതിയോടുള്ള താല്പര്യം പോയി, രുചിയോടാണ് താല്പര്യം. രുചിയിലും നീതിയിലും ഉണ്ടായി അദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ടായി. നീതിയിലുണ്ടായ മകൻ്റെ പേരാണ് ധ്രുവൻ എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നവൻ. നീതിയിലൂടെ സമ്പാദിക്കുന്നത് മാത്രമേ ഉറച്ചു നിൽക്കുള്ളൂ. മറ്റത് മായ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നങ്ങോട്ട് പോകും, ഉള്ളവനായിട്ടൊക്കെ തോന്നിക്കാം, സമാധാനം ഉണ്ടാവില്ല, ഒക്കെ അങ്ങനെ കാണും, ആവശ്യത്തിന് ഉപകരിക്കില്ല. രുചിയിലൂടെ കിട്ടിയതാണ് ഉത്തമൻ. കേമാന്നൊക്കെ തോന്നും, ഉത്തമൻ എന്നൊക്കെ തോന്നും. അത് പദം പിരിക്കുക വെച്ചാൽ ഉത്തമൻ. തമോ ഗുണം ഉത്കർഷിച്ച് നിൽക്കുകയാണ്, തമോ ഗുണത്തിൻ്റെ ആധിക്യം, അതാണ് ഉത്തമൻ എന്ന് പറഞ്ഞാൽ. അലസൻ, അയാൾ നായാട്ടിനാണ് പോയത്, അങ്ങനെയാണ് അയാൾ നശിക്കുന്നത്. നായാട്ടിന് പോവുക എന്ന് പറഞ്ഞാൽ വിഷയങ്ങളുടെ പിന്നാലെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പോവുക, അതാണ് നായാട്ട് എന്ന് പറഞ്ഞാൽ താല്പര്യം. നായാട്ടായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം കാട്ടിൽ പോവാം, അതല്ല അർത്ഥം. ധൂർത്തടിച്ച് കഴിയുകയാണ്, ഈ ജന്മം വെറുതെ നശിപ്പിച്ചങ്ങോട്ട് കഴിയുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ധ്രുവനോ ഈശ്വരാന്വേഷകനായിട്ട് നാരദരെ കണ്ടു, അമ്മയുടെ ഉപദേശം, അങ്ങനെ അദ്ദേഹം ആ വഴിക്ക് സഞ്ചരിച്ചു, അങ്ങനെ ശോഭിച്ചു, നക്ഷത്രമായി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിളങ്ങി എന്നർത്ഥം. ഇതാണിപ്പം. ഇനി ഉറങ്ങിയാലും സാരമില്ല, പറയേണ്ടത് പറഞ്ഞു, നല്ലോണം അങ്ങോട്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുമ്പോഴേ, ആദ്യമൊന്നും ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പം ഇനി ഉറങ്ങിയാലും കുഴപ്പമില്ല. ഇനി കഥ പറയാം. താനപാതൻ സുനിധിയും സുരുചിയും വിവാഹം കഴിച്ചു. സുനിധിയിലുണ്ടായ മകൻ ധ്രുവൻ, സുരുചിയിലുണ്ടായി ഉത്തമൻ, രണ്ടുപേരും ഒരേ പ്രായമാണ്. അങ്ങനെ വളർന്നു വരുന്നു. സുനീതി ഔട്ട് ഹൗസിലാണ് താമസം. തന്നെ ഭർത്താവ് പുറത്താക്കിയതാണ്, പക്ഷെ അതൊന്നും അവൾ ആരോട് പറയില്ല, മകനോട് പറയണില്ല. ഏതായാലും പുറത്താക്കിയത് നന്നായി, ഗുരുവായൂരപ്പനോട് കുറച്ച് അധികം അടുക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് എന്നാര് കണക്കാക്കി. മേൽപ്പത്തൂരും പറയും ത്വാമേവ നിത്യം, ഭഗവാനെ നന്നായിട്ടോ, അവൾക്ക് നല്ലോണം അങ്ങയോട് അങ്ങോട്ട് ചേരാൻ പറ്റി. ആര് പുറത്താക്കിയപ്പോൾ? ഭഗവാൻ തന്നെ ആശ്രയമായിട്ടുള്ളൂ എന്നങ്ങോട്ട് ബോധ്യമായി, ഭഗവാനെ ആശ്രയിച്ചു. ഈ കുട്ടികളങ്ങനെ 5 വയസ്സായി 2 പേർക്കും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉത്തമൻ അങ്ങോട്ട് ഓടിച്ചെന്ന് കൊട്ടാരത്തിലേക്ക്. ധ്രുവനും പിന്നാലെ അങ്ങോട്ട് ഓടി. മോഹമൊക്കെ ഉണ്ട്, ആ കൊട്ടാരത്തിൽ കയറണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം എന്ന് ആഗ്രഹമില്ലായൊന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് കയറി ചെന്നപ്പം അവിടെ അച്ഛൻ ഇരിക്കുന്നുണ്ട് സിംഹാസനത്തിൽ. ഉത്തമൻ ഓടിച്ചെന്ന് 2 കൈയും അങ്ങോട്ട് പൊന്തിച്ചു, വാരി അങ്ങോട്ട് എടുത്ത് മടിയിൽ വെച്ചു ഈ ഉത്താനപാതൻ. അപ്പം ധ്രുവനും തോന്നി, ഞാനും പോയി കൈ അങ്ങോട്ട് പൊന്തിച്ചാൽ അദ്ദേഹം വാരി എടുക്കുമല്ലോ എന്ന് കരുതി മോഹിച്ച് ഓടിച്ചെന്ന് 2 കൈയും അങ്ങോട്ട് പൊന്തിച്ചു, എടുത്ത് മടിയിൽ വെക്കണം എന്ന് ആർക്കും മോഹമുണ്ട്? ഇല്ലാണ്ടിരിക്കുമോ? നമ്മളാണെച്ചാൽ ധ്രുവനെ കണ്ടെടുത്ത് മടിയിൽ വയ്ക്കും, ആർക്കെടുക്കാൻ തോന്നും. ആഗ്രഹമില്ല എന്നല്ല ഉത്താനപാതന്, പക്ഷേ അദ്ദേഹത്തിന് ഭാര്യയെ പേടിയാണ്, BP. അദ്ദേഹം ചുറ്റും നോക്കി CCTV ഉണ്ടോ, ഇല്ലെങ്കിൽ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സുരുചി ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ആ ഉണ്ണി ഒന്ന് തൊടണമെന്ന് മോഹമുണ്ട്. പക്ഷേ നോക്കിയപ്പോഴേക്ക് ആരെത്തി? സുരുചി തൊട്ടടുത്ത് ചട്ടുകയിട്ടെത്തി. അത് അടുക്കളയിൽ എന്തോ ദോഷം ഉണ്ടാക്കുക. അപ്പോഴാണ് മറ്റേ ക്യാമറ കണ്ടാണ് സിംഹാസനത്തിലേക്കാണ്, TV അടുക്കളയിലും നോക്കി നിൽക്കുക, ആരെങ്കിലും വന്നിരിക്കുന്നുണ്ടോ നോക്കുകയാണ്. എൻ്റെ അധികാരം പോവുമോ, കാശ് പോവുമോ, സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിട്ട് നടക്കണാര്. എന്തൊക്കെ ഉണ്ടായിട്ടെന്താ, നഷ്ടപ്പെടും എന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഉറക്കണ്ടാവുമോ? കാശ് കുറേ ഉണ്ടാക്കിയാലും പേടി തന്നെയാണ്, നഷ്ടപ്പെടും എന്നുള്ള പേടിയാണ്. എന്തിനപ്പം ഉണ്ടാക്കിയത്? ഒന്നുമില്ലാത്തവൻ എവിടെയെങ്കിലും കിടന്നുറങ്ങാം, ഓടുകൊണ്ട് മാത്രമേ ഉള്ളൂ, അത് പോയാലും സാരമില്ല എന്ന് വിചാരിക്കാം. മറ്റാൾക്കോ എവിടെയും പോകാൻ വയ്യ, നഷ്ടപ്പെടും എന്നുള്ള പേടിയാണ്, അപ്പോൾ എവിടെയും പോകാറില്ല. അങ്ങനെ കഴിയല്ലേ. ഈ അച്ഛൻ എടുക്കാൻ പുറപ്പെടുമ്പോഴേക്ക് ആരെത്തി? സുരുചി വന്നു. പിന്നെ ചീയത്തെയാണ്. നവത്സന്ദ്രപതയർധിഷ്ണ്യം ഭവാൻ ആരോഢുമർഹതി. നീ എന്ത് കരുതി ഓടി വന്നതാ? നിനക്ക് കയറിയിരിക്കാൻ വെച്ച മൺകോലാത്. ഇത് രാജാവിൻ്റെ മടിയാണ്. നിന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത് ആരാന്നെനിക്ക് മനസ്സിലായി. നിൻ്റെ അമ്മയല്ലേ? ആ അമ്മ അറിഞ്ഞിട്ടെന്നല്ല, അതവിടെ നാമം ജപിച്ചിരിക്കുക. സുനീതി അറിഞ്ഞിട്ടെന്നല്ല, പക്ഷെ ഇവളുള്ളിലുള്ള വിഷം പുറമേക്ക് വരികയാണ്. നീ ഇപ്പം പറയും അച്ഛൻ്റെ മടിയിലിരിക്കണമെന്ന്, നീ നാളെ പറയും സിംഹാസനത്തിലിരിക്കണമെന്ന്, നീ മറ്റന്നാൾ പറയും രാജ്യം നിൻ്റെ പേരിൽ എഴുതരണമെന്ന്. നിൻ്റെ മോഹം ഈ കൊട്ടാരം വേണമെന്നല്ലേ? നോക്കണേ, 5 വയസ്സ് കുട്ടിക്ക് എന്ത് മോഹം. അവളുള്ളവരൊക്കെ അങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, അതല്ലേ മോഹം. അത് നടക്കണ കാര്യമല്ല. നിനക്ക് അത്രയൊക്കെ വലിയ മോഹം ഉണ്ടെങ്കിൽ ചെറിയമെന്ന് പറയട്ടെ, നീ കാട്ടു പോയിട്ട് അങ്ങോട്ട് തപസ് ചെയ്യുക ഭഗവാനെ. എന്നിട്ട് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് എന്ത് പറയുക? ഒന്ന് കൊന്നു തരണം എന്ന് പറയും. എന്നിട്ട് അടുത്ത ജന്മത്തിൽ എൻ്റെ ഈ കുമ്പയിൽ വന്നാൽ ഉത്തമനെ പോലെ എൻ്റെ മകനായാൽ ആ അമ്മയ്ക്ക് മോഹം ഉണ്ടാവുക. ഇങ്ങനൊരു ഉണ്ണി എനിക്ക് ഉണ്ടായില്ലല്ലോ. അതായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക, തനിക്കുള്ളതൊരു അസത്ത്, ഇങ്ങനെയൊരു സാധനം. ഇത് നല്ല മിടുക്കനായിട്ടൊരു ഉണ്ണി, ആ ഉണ്ണിയെ മോഹിച്ചിട്ട് ചോദിച്ചതാണോ എന്താ അറിയില്ല. എന്തായാലും ഭഗവാനോട് പ്രാർത്ഥിക്കുക, അടുത്ത ജന്മത്തിലെ എനിക്ക് ആ സുരേച്ചറമ്മയുടെ ഉണ്ണിയായിട്ട് വരാൻ പറ്റിയെങ്കിൽ നിനക്ക് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം, എൻ്റെ ഉണ്ണി ഉത്തമൻ ഇരിക്കുള്ളൂ, നീ ഇരിക്കില്ല. ഇത് സ്വപ്നം കണ്ട് കഴിയണ്ട. 14 വയസ്സാകുമ്പോൾ മോഹിച്ചങ്ങോട്ട് വരണ്ട. എൻ്റെ മകനാണ് ഇവിടെ രാജ്യം ഭരിക്കാമെന്ന് ഉറപ്പിച്ചതാ. എന്നിട്ട് പിന്നെ എന്താ ഉണ്ടായത് നമ്മൾ കണ്ടാണല്ലോ. അതൊക്കെയാണ് പിന്നീട് ചിന്ത.
അതങ്ങോട്ട് കേട്ടു. അമ്മ എന്താ പറഞ്ഞതെന്ന് അത് മനസ്സിലായില്ല. ചെറിയ കുട്ടിക്ക് 5 വയസ്സ് കുട്ടിക്ക് എന്താ പറഞ്ഞതെന്ന് അർത്ഥമൊന്നും മനസ്സിലായി. ചീത്ത പറഞ്ഞു മനസ്സിലായി, അതിന് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും ചീത്തയാണ് പറഞ്ഞത് മനസ്സിലായി. നേരെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ എന്ത് പറയായിരിക്കും? ഉശിയുള്ള അച്ഛനാണെച്ചാൽ പറയും, നീ മിണ്ടല്ലേ, കുറച്ച് കൂടുണ്ട് കേട്ടോ, അധികം മിണ്ടാണ്ടിരിക്കുക, എനിക്കറിയാം എന്താ വേണ്ടത്, ഇങ്ങോട്ട് വരൂ, മിടുക്ക ധ്രുവ, ഇങ്ങോട്ട് വരൂ, പേടിക്കട്ടെ, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എടുത്ത് മടിയിൽ വയ്ക്കും. അച്ഛൻ എന്നാണ് അപ്പോഴും ആരും വിചാരിക്കുന്നത്. ധ്രുവൻ ഇതൊരു സ്ത്രീജിതൻ. അദ്ദേഹത്തിന് തൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞ പിന്നൊന്നും വയ്യ, തല താഴ്ത്തി അങ്ങനെ ധ്രുവനെ നോക്കാണ്ടിരിക്കുന്നു. അതങ്ങോട്ട് കണ്ടതും ധ്രുവൻ 2 കൈ അങ്ങോട്ട് പൊന്തിച്ചു. ഇതെൻ്റെ അച്ഛനല്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നേരെ അങ്ങോട്ട് പോയി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ചവിട്ടേറ്റ പാമ്പ് കതച്ച് പോകുന്നത് പോലെ ഏങ്ങിക്കരഞ്ഞ് ഈ ഉണ്ണി ഇങ്ങനെ വരികയാണ്. അപ്പോഴേക്ക് ഈ വാർത്ത ആരറിഞ്ഞു? സുനീതി അറിഞ്ഞു. അവിടെ ഉണ്ടാവുമല്ലോ പരദൂഷണ കമ്മിറ്റി. ഇത് അവിടെ എത്തുന്നതിൻ്റെ മുന്നേ വാർത്ത എത്തിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ള വാർത്ത അറിഞ്ഞ അമ്മയാവട്ടെ ഓടി വരണ ഉണ്ണിയെ വാരി അങ്ങോട്ട് എടുത്തു. തൻ്റെ സാരിത്തലപ്പ് കൊണ്ട് കണ്ണീരൊപ്പി എന്തൊക്കെയോ കുറ്റം പറയാൻ പുറപ്പെടുകയാണ് ധ്രുവൻ. പക്ഷെ മിണ്ടാൻ സംഭവിച്ചില്ല. മാമംഗളം താതാ, ഉണ്ണി മതി, നീ ഒന്നും പറയണ്ട, അമ്മയ്ക്കറിയാം, നടന്നു നോക്കാൻ അമ്മ അറിഞ്ഞു, ഇനിയിപ്പോൾ നീ അത് പറഞ്ഞെന്ത് ചെയ്യേണ്ട, നിൻ്റെ ഉള്ളിലും കൂടി അഴുക്ക് വേണ്ട. അതാണ് ഉദ്ദേശിക്കുക. നമ്മൾ ഈ മോശം കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് ഒരു വിഷമല്ല. ഇപ്പോൾ ഒരാൾ കുറേ വൃത്തികേട് എന്നെ വിളിച്ചു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇവിടെ വന്നിട്ട് എന്നെ എങ്ങനെയൊക്കെ അങ്ങോട്ട് വിളിച്ചു എന്ന് പറഞ്ഞാലോ കേൾക്കണോട്ട് തോന്നുന്നു, ഈശ്വര ഇയാൾക്ക് വിളിച്ചു എന്ന് പറഞ്ഞാൽ പോരെ, ഇതൊക്കെ എടുത്ത് പറയണ്ട ഇല്ലേ? എന്തിനും നമ്മൾ ആ അഴുക്കെടുക്കണോ? അതുകൊണ്ട് ആ കാര്യം സ്മരിക്കേണ്ട, പറയണ്ട, വിട്ടു, ഒഴിവാക്കി വയ്ക്കുക, അത് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ അമ്മ പറയണം, മാമംഗളം താതാ, ഉണ്ണി നീ ഇപ്പോൾ ചെറിയമ്മയെ പറ്റി ഒന്നും മോശം വിചാരിക്കേണ്ട, ചെറിയമ്മ എന്തൊക്കെ പറഞ്ഞുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചെറിയമ്മ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ കാട്ടിൽ പോയി ഭഗവാനെ തപസ് ചെയ്യണം എന്നല്ലേ. പെറ്റ അമ്മയായിട്ടുള്ള ഞാൻ ഇത് പറയാൻ വിട്ടു. ഇവിടെ ആര് വന്നാലും നമ്മളൊക്കെ ജീവന്മാരുടെ ലക്ഷ്യം തന്നെ ഭഗവാനിലെത്തല. എത്രയും പെട്ടെന്ന് ഭഗവാനെ സാക്ഷാത്കരിക്കുകയാണ് വേണ്ടത്. ആ പാഠം എത്രയ്ക്കായിട്ടും ഞാൻ എന്ത് ചെയ്തില്ല, തിരക്കിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടു. ചെറിയമ്മ നമുക്ക് ആ 2 മിനിറ്റേ കണ്ടുള്ളൂ, അപ്പോഴേക്കും പറയേണ്ടതൊക്കെ ഉപദേശിച്ചു അല്ലേ. അപ്പോഴേക്കും ബ്രഹ്മോപദേശം 2 മിനിറ്റേ ഉണ്ടായുള്ളൂ അവിടെ. ആ ചെറിയമ്മ സ്നേഹം കൊണ്ട് പറയുമല്ലേ, നിനക്കിപ്പോൾ പറഞ്ഞത് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളാരും മറ്റുള്ളവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കില്ല എന്ന് പറഞ്ഞ അർത്ഥം. നിനക്ക് ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ്. ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്കൊന്നും പറയാനുമില്ല. ഈ ജന്മത്തിലല്ലെങ്കിലോ പൂർവ്വജന്മത്തിൽ ചെയ്തതായിരിക്കും. എന്തായാലും കർമ്മത്തിൻ്റെ ഫലം തന്നെ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ചെറിയമ്മയോട് നമ്മൾ ദേഷ്യമൊന്നും തോന്നണ്ട. ഇങ്ങനെ വേണം അമ്മയാണെങ്കിൽ. മാതാ എന്ന് പറഞ്ഞ അർത്ഥം മാതി ഉപദിശതി ഇതി മാതാന്ന്. കുട്ടിയുടെ പ്രായം നോക്കി വേണ്ട സമയത്ത് വേണ്ടത് ഉപദേശിച്ച് കൊടുക്കുന്നവൾ. അപ്പോഴേ എന്താവുള്ളൂ? മാതാ അല്ലെങ്കിൽ ജനനി. ജനനി പറഞ്ഞാൽ ജനിപ്പിച്ചവൾ. എന്താണ്? ജനിപ്പിച്ചു തന്നെയുള്ളൂ എന്നർത്ഥം. മറ്റത് ഉപദേശം കൊടുക്കുന്നുണ്ട്, ആ കുട്ടിയെ നേർവഴിക്ക് നടത്തുന്നുണ്ട്. അതാണ് സംസ്കൃതത്തിലിപ്പോൾ ഓരോ പദത്തിനും ഓരോ അർത്ഥമാണ്. പൊതുവേ പറയുമ്പോൾ ഒക്കെ അമ്മ എന്ന് പറയുമെങ്കിലും അങ്ങനെയല്ല. ജനനിക്കൊരർത്ഥമാണ്, മാതാ എന്നുള്ളതിന് വേറൊരർത്ഥമാണ്. ഏതായാലും ആ ഉണ്ണിക്ക് ചെറിയമ്മയോടുള്ള വിദ്വേഷമൊക്കെ പോയി, ഒന്നുമില്ല. അമ്മയും പറഞ്ഞു ഭഗവാനെ ഭജിക്കണമെന്ന് നേരത്തെ ചെറിയമ്മയും പറഞ്ഞു. ഇനിയിപ്പം മടിക്കണോ? പുറപ്പെട്ടു നേരെ കാട്ടിലേക്ക്. 5 വയസ്സ് കുട്ടിക്കുള്ള ഉറപ്പ് നോക്കൂ. അതാണ് ധ്രുവൻ എന്ന് പേര് വരാൻ കാരണം. ധ്രുവൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളവൻ എന്നാണ്. ധ്രുവ് സ്ഥൈര്യ എന്നാണ് ധാതു, സ്ഥിരതയുള്ളവൻ. നമുക്കില്ലാത്തതും അതാ. എങ്ങോട്ടാ ചാടേണ്ടത് ചോദിച്ചില്ല. കുറച്ച് കാലം ഭാഗവതം, പിന്നെ രാമായണം, പിന്നെ അത് വിട്ട് വേറെന്തോ ഒരു പുസ്തകം, പുതിയൊരു പുസ്തകം ആരും ഇറക്കിയിട്ടത്. അത് പഠിച്ചാൽ പെട്ടെന്ന് ചൈതന്യം ഉണ്ടാവും, അത്ര മോഹം കിട്ടും. ഏതൊക്കെയോ സമ്പ്രദായം, പണ്ടുള്ള രീതിയൊന്നുമല്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ നോക്കി ഓടി ചാടി നടക്കുകയാണ്. ഈ ഉണ്ണിക്കുള്ള ഉറപ്പ് നോക്കൂ. ആ വഴിക്ക് അങ്ങോട്ട് പോവുകയാണ്. നേരെ കാട്ടിലേക്ക് ഇറങ്ങി. എന്നാൽ എങ്ങനെയാണ് ആരെയാണ് ഭജിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് നിശ്ചയമൊന്നുമില്ല. എന്നാലും വേണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കൊക്കെ നിശ്ചയമുണ്ട്, വേണമെന്നില്ല. ഇതൊക്കെ ഒന്നും നിശ്ചയമില്ല, പക്ഷെ വേണമെന്നുള്ള മോഹം ഉണ്ടെങ്കിൽ വഴി എത്തിക്കോളും. അത് ഭഗവാന്റെ ഒരു രീതിയാണ്, അത് പ്രകൃതിയുടെ ഒരു സമ്പ്രദായമാണ്. വേണമെന്ന് ആഗ്രഹിച്ചാൽ ശ്രീശുഖരെ കൊണ്ടെത്തിച്ചില്ലേ എല്ലാം വിട്ട് പോയിരുന്ന പരീക്ഷത്തിൻ്റെ മുന്നിൽ. ഇവിടെ വേണമെന്ന് ആഗ്രഹിച്ച് പോകുന്ന ധ്രുവൻ്റെ മുന്നിലേക്ക് നാരദരെ എത്തിച്ചു. നാരദരെ അടുത്തു വന്ന് ചോദിച്ചു, നീ എങ്ങോട്ടായി പുറപ്പെട്ടു പോകുന്നത്? 5 വയസ്സ് പ്രായത്തിൽ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ പോവുകയാണ്. ഇവിടെ പ്രായമുള്ളവർക്ക് പറ്റണില്ല. പഞ്ചാഗ്നിയുടെ നടുക്കൊക്കെ തപസ്സിയുടെ ഋഷിമാരെ കണ്ടു. അത്ര കാലം ഇവർ തപസ്സിക്കണു, താടി നീളുന്നല്ലാണ്ട് ഭഗവാനെ കണ്ടിട്ടില്ല. 5 വയസ്സ് പ്രായം. ആ കൊച്ചു TV കണ്ടിരിക്കേണ്ട സമയമാണ്, മൊബൈലും ഗെയിമും കളിച്ചിരിക്കേണ്ട സമയത്ത് നീ ഇപ്പം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ എന്ത് കണ്ട് പുറപ്പെട്ടതാ? നീ വരും, മതി വിശുക്കും വൈകുന്നേരം ആയാൽ. അപ്പോഴേക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. എന്നിട്ട് ഇപ്പം അങ്ങോട്ട് പെട്ടെന്ന് പുറപ്പെട്ട് വരിക, അതൊന്നും വേണ്ട. 2 ദിവസം കഴിയുമ്പോഴേക്ക് നിനക്ക് വയ്യാണ്ടിയാവും, വല്ല കുറുക്കരം പിടിച്ച് തിന്നും. വരും
അച്ഛൻ്റെ മടിയിൽ നിനക്ക് ഇരിക്കണമെന്നല്ലേ? ഞാനിരുത്തി തരാം. ഞാൻ പറഞ്ഞ അയാൾ കേൾക്കാണ്ടിരിക്കില്ല. അച്ഛൻ്റെ മടിയിലോ ഒക്കത്തോ തലയിലോ എവിടെ വേണമെങ്കിൽ ഞാനിരുത്താം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ അങ്ങോട്ട് പിടിച്ചപ്പോൾ അതങ്ങോട്ട് കൊതറി. വേണ്ട, ഞാനത് പരീക്ഷിച്ചതാണ്. എന്താ അപ്പോൾ വേണ്ടത്? അച്ഛൻ്റെ മടിയിലിരിക്കുക വേണ്ടോ, അല്ലെങ്കിൽ സിംഹാസനത്തിലിരിക്കുക വേണ്ടോ? ആ ഉണ്ണി പറയണം, എൻ്റെ ആഗ്രഹം അപ്പം അങ്ങനെയായിരുന്നു അച്ഛൻ്റെ മടിയിലിരിക്കുക, ഇപ്പം എനിക്ക് ഭഗവാനെ കാണണം, അതാണ് മുഖ്യം. നിനക്കത് പറ്റുമോ? അതിനല്ല ഞാൻ അങ്ങേ കണ്ടത്. എന്താണ് അമ്മ പറയാറുണ്ട്, ഭഗവാനെ കാണണമെങ്കിൽ നേരിട്ട് കിട്ടില്ല, അപ്പം നടുക്കൊരാൾ വേണ്ടി വരും. അതാണ് ഗുരുനാഥൻ. നാരദരെ പോലുള്ള ഗുരുനാഥന്മാരെ ആശ്രയിച്ചിട്ടാണ് പലരും ഭഗവാനിലെത്തിയത്. നേരിട്ട് സൂര്യ വെളിച്ചം കൊണ്ട് നമുക്ക് ചിലപ്പം പഞ്ഞി കത്തിക്കാൻ പറ്റില്ല, പേപ്പറൊന്നും കത്തിക്കാൻ പറ്റില്ല. അപ്പം ലെൻസ് വയ്ക്കും, എന്നിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കത്തും. ഇതുപോലെ ചില ഗുരുനാഥന്മാരുടെ കാരുണ്യം കൊണ്ട് ഭഗവാന്റെ ആ കൃപ തന്നെയാണ് അത് ഗുരുനാഥനിലും കൂടെ അങ്ങനെ ഒരു ജീവനിലേക്ക് എത്തും. അങ്ങ് നാരദരല്ലേ എന്ന് ധ്രുവൻ ചോദിച്ചപ്പോൾ നാരദർക്ക് അത്ഭുതമായി. തന്നെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടേ. കുട്ടിക്കാലത്ത് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞു കൊടുക്കുക? ഒക്കെ ഭഗവാന്റെ കഥകൾ പറയുമ്പോഴൊക്കെ അതിൽ നാരദരുണ്ടാവും. ഇനിയിപ്പോൾ അധികം പരീക്ഷിക്കേണ്ട. നിനക്കറിയോ നീ ഭഗവാനെ കാണാൻ എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞു തരാം. ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രഗദാപത്മൈ അഭിവ്യക്ത ചതുർഭുജം. ആ ഉണ്ണിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ നീലമേഘശ്യാമളനായി ശംഖചക്ര ഗദാധാരിയായി പുഞ്ചിരിച്ചും കൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം വർണ്ണിച്ചു കൊടുത്തു. ആക്രമ്യാത്മന്യവസ്ഥിതം. നാരദ വർണ്ണിക്കുമ്പോഴേക്കും ഭഗവാൻ ആക്രമിച്ച് ഈ ധ്രുവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. കാരണം ഭഗവാന് മോഹം എവിടേക്ക് പ്രവേശിക്കാൻ? ധ്രുവനിലേക്ക് പ്രവേശിക്കാൻ. അതാണ് ആക്രമിച്ച് പ്രവേശിച്ചു പറഞ്ഞത്. അങ്ങനെ ധ്രുവനെ ഇരുത്തി. ഇപ്പം ഞാൻ വർണ്ണിച്ച രൂപം നീ കാണുന്നുണ്ടോ? ഉണ്ട്. അതിന് ഉള്ളിൽ നിന്ന് പോവാണ്ടിരിക്കാൻ ഒരു മന്ത്രം പറഞ്ഞു തരട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. എളുപ്പം ജപിക്കാൻ പറ്റിയ മന്ത്രം, തെറ്റാനൊന്നുമില്ല. തെറ്റാനാകുള്ളത് തെറ്റാനല്ല, ഉച്ചാരണ ശുദ്ധി ചിലപ്പം പോവുക. നമുക്ക് ഭ എന്ന് പറയുമ്പോൾ ചിലർ ബ എന്ന് പറഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. വേറൊന്നും ഇപ്പോൾ അതിലങ്ങനെ തെറ്റാനില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. എന്താ ഇപ്പോൾ തെറ്റാനുള്ളത്? ഒരു ബുദ്ധിമുട്ടുമില്ല. കൊച്ചുകുട്ടിക്കും ചെല്ലാം, പ്രായമുള്ളവർക്കും ചെല്ലാം, പല്ലില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയൊക്കെ ചെല്ലാൻ സാധിക്കും. അങ്ങനെ ഒരു മന്ത്രം ഒന്നുമില്ല. നിസ്സാര മന്ത്രമൊന്നുമല്ല, ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം തന്നെ ഇതാ. ഓം നമോ ഭഗവതേ വാസുദേവായ. 12 അക്ഷര. അതാണ് ദ്വാദശാക്ഷരി എന്ന് പറയാൻ കാരണം. ഭാഗവത്തിൽ 12 സ്കന്ധങ്ങളാണ്. ഇനി ധ്രുവൻ്റെ സ്തുതി 12 ശ്ലോകങ്ങളാണ്. ഒക്കെ ഒരു 12ൻ്റെ കണക്ക് കാണാൻ. പക്ഷെ എന്നാലും നമുക്ക് ഈ മന്ത്രം ഒന്നും വലിയ താല്പര്യമില്ല. ചേട്ടൻ വന്ന് ചോദിക്കും, എന്തെങ്കിലും മന്ത്രത്തെ ചോദിച്ചാൽ ഇത് പറഞ്ഞു കൊടുത്താൽ പറയും ഇതല്ല തിരുവേണി, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുകൂടി ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ആ ഖര പ്രസ്ഫുര ആ ജാതി ഉണ്ടോ? എന്തിനിങ്ങനെ? അത് മോശം നല്ല കേട്ടോ. എന്താ അങ്ങനെ അവർ പോലും ഇതെന്താ മന്ത്രമല്ലേ? ഇതിലെന്താ വിശ്വാസമല്ലേ? മന്ത്രം അങ്ങനെ ഒന്നും ആയിട്ട് കാര്യമില്ല. അവനവന് ശ്രദ്ധയും വിശ്വാസം ഉണ്ടെങ്കിൽ അധികം ഒന്നും ആവശ്യമില്ല. ഏറ്റവും വലിയ മന്ത്രം എന്താണെന്നറിയോ? ഓം. ഉത്തരവേ വേണ്ടു. സന്യാസിമാരൊക്കെ മറ്റ് മന്ത്രങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കും, ഇത് മാത്രം കൊണ്ട് നടക്കുകയാണ്. നമുക്ക് പിന്നെ അങ്ങനെയല്ല. പ്രധാനം ശ്രദ്ധ എന്നുള്ളതാണ്. അതാണ് മുഖ്യം. പണ്ട് രമണ മഹർഷി ഒരു ഭക്തൻ വന്ന് എന്തെങ്കിലും ഒരു മന്ത്രം ഉപദേശിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ രാമ അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്ക് രോമാഞ്ചം, കണ്ണീര്, അത് ജപിച്ചങ്ങോട്ട് പോയി. അയാളുടെ രോമാഞ്ചമൊക്കെ കണ്ടപ്പോൾ അടുത്ത് വന്ന ഒരാൾ ചോദിച്ചു, എന്ത് വലിയ മന്ത്രം അപ്പോൾ ഉപദേശിച്ചത് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ഉപദേശിച്ച മന്ത്രം രാമ എന്നാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, അത് മതി, ഇതിപ്പോൾ വലിയ മന്ത്രമാണ്. പറഞ്ഞു, നിനക്കത് പോരാ, അയാൾക്കത് മതി. അത്രയേ ഉള്ളൂ. അതാണ്, അയാൾക്കത് മതി. അയാൾക്ക് രോമാഞ്ചും കണ്ണീരൊക്കെയാണ്. നിനക്ക് രാമ കേട്ടപ്പോൾ പോരാ തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് മതിയാവില്ല. നീ ഇപ്പോൾ വേറെ എന്തെങ്കിലും പോയിട്ട് ആചാര്യ മന്ത്രം പഠിച്ചോളും. അല്ലാതെ ഇപ്പം എന്താ? അവനവൻ്റെ ശ്രദ്ധ എങ്ങനെയാണ് അതിനനുസരിച്ചല്ലേ. ആ ഉണ്ണിക്ക് മനസ്സിലാവുന്ന മട്ടിൽ ജപിക്കാൻ സൗകര്യത്തിലുള്ളൊരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ഉള്ളിൽ തെളിഞ്ഞ് കാണേണ്ടത് പറഞ്ഞതൊന്നും ആരുടെ ശബ്ദം ഉണ്ടാക്കാണ്ട് മെല്ലെ എഴുന്നേറ്റു. ഇനിയിപ്പം പുറമെയുള്ള വിഘ്നങ്ങൾ ഇല്ലാണ്ടിയാക്കണം. ഉള്ളിലത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുത്തു. ഭഗവാനെ നിറച്ചു, മന്ത്രം പറഞ്ഞു കൊടുത്തു. ഇനി ചിലപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറിയിട്ടുണ്ട്. അച്ഛൻ്റെ, എൻ്റെ മകനെ വരെ ചെന്നായും പിടിക്കുകയോ, ഞാൻ ഇങ്ങനെ തൻ്റെ പത്നി പറഞ്ഞത് കേട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് മകനെ എടുത്തില്ലല്ലോ, ആ ദുഃഖം അദ്ദേഹത്തെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. അതുകൊണ്ട് ആളെ കൂട്ടി ചിലപ്പോൾ വിളിപ്പിക്കും. ആരെ? ധ്രുവനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ തപസ് നടക്കുമോ? അതുകൊണ്ട് ആ അച്ഛനെ അനുഗ്രഹിക്കണം. മകൻ ഭഗവാനെ ഭജിക്കുന്നതിൻ്റെ ഫലം ആർക്കും കിട്ടി. എന്തൊക്കെ പറഞ്ഞാൽ അയാളുടെ അച്ഛനല്ലേ, കുറച്ചൊക്കെ അങ്ങനെ കണ്ടും വരില്ലേ ഭഗവാന്റെ കാരുണ്യം. സത്സംഗം തരായി ഉത്താനപാദന്. ധ്രുവൻ ഉത്താനപാദൻ്റെ അടുത്തെത്തി. ഏതായാലും താൻ ഇനി അധികം വിഷമിക്കൊന്നും വേണ്ട, താൻ എടുക്കാഞ്ഞത് നന്നായി, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നന്നായി. അതുകൊണ്ട് ആ ഉണ്ണിപ്പത ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തു. ഇത്രയും കാലം താൻ ഉത്താനപാദൻ എന്നല്ലേ അറിയപ്പെട്ടത്. ഇനി അങ്ങനെയല്ല, ഇനി ധ്രുവൻ്റെ അച്ഛൻ എന്നുള്ള പേരിൽ താൻ അറിയപ്പെടും. അതുകൊണ്ട് ഇനിയിപ്പം അയാളുടെ തപസ്സൊന്നും ഇല്ലാണ്ടാക്കാൻ താൻ പോണ്ട.
എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. പിന്നെ ധ്രുവൻ്റെ ആ ഒരു തപസ് വർണ്ണിക്കുകയാണ്. ത്രിരാത്രാന്തേ കവിത്ഥ ബദരാശന. ഒരു മാസക്കാലം 3 ദിവസം കൂടുമ്പം ദേഹം എഴുന്നേൽക്കും. അതുവരെ തപസ്സാണ്. 3 ദിവസം കൂടുമ്പോഴേ വിശപ്പും ദാഹമൊക്കെ അറിയണുള്ളൂ എന്നർത്ഥം. നമുക്ക് 10 മിനിറ്റ് കൂടുമ്പോൾ പറയും. അത് വ്യത്യാസം. അത് ഭജനത്തിലല്ല ശ്രദ്ധാളുകൊണ്ടാണ്. ഇത് ശ്രദ്ധ ഭജനത്തിലായത് തപസ്സിലായത് കൊണ്ട് വിശപ്പും ദാഹവും ഒന്നും അറിയണില്ല. 3 ദിവസം കൂടുമ്പം ആ ശരീരത്തിൻ്റെ സ്വഭാവത കാണിക്കുകയാണ്. അപ്പോൾ എണീറ്റു. കപിത്തപദരാശന, കായികനികളൊക്കെ ഭക്ഷിക്കും. അങ്ങനെ ഒരു മാസം അങ്ങനെ കഴിഞ്ഞു. 2ാമത്തെ മാസമായപ്പോഴോ വിശപ്പിനും ദാഹത്തും ജയിച്ചു തുടങ്ങിയെന്നർത്ഥം. ദ്വിതീയം ചാനയൻ മാസം ഷഷ്ഠേ അർഭകോദിനെ. 6 ദിവസം കൂടുമ്പോൾ എഴുന്നേൽക്കും. മറ്റത് 3 ഇപ്പം മാറി 6 6 ദിവസം കൂടുമ്പോൾ എഴുന്നേൽക്കും. അതും കായികനികൾ വേണമെന്നൊന്നുമില്ല. അപ്പോൾ അത് വാടിയതായാലും മതിയായി. എന്താണ് ചീഞ്ഞതായാലും വാടിയതായാലും ഒക്കെ മതി. അങ്ങനെയുള്ളതൊക്കെ കഴിച്ചങ്ങനെ കഴിയും. തൃതീയം ചാനയൻ മാസം, 3ാമത്തെ മാസമായപ്പോഴേക്കും നവമേഹനി പരീക്ഷത്തെ 9 ദിവസം കൂടുമ്പോൾ എഴുന്നേൽക്കുള്ളൂ. 9 ദിവസം കൂടുമ്പോൾ എഴുന്നേൽക്കും. അഭക്ഷ. പിന്നെയോ ആഹാരം നിർത്തി. ഇപ്പം വെള്ളം മാത്രമേ ഉള്ളൂ. ലേശം വെള്ളം കുടിക്കും, എന്നിട്ട് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് 4ാമത്തെ മാസം കണ്ടായപ്പോഴേക്കോ ചതുർത്ഥം മാസം 4ാമത്തെ മാസം കണ്ടായപ്പോഴേക്കും 12 ദിവസം കൂടുമ്പോൾ എഴുന്നേൽക്കുള്ളൂ. എന്നിട്ട് ലേശം ശ്വാസം വലിക്കും. വെള്ളം കൂടി നിർത്തി. 5ാമത്തെ മാസമായപ്പോഴേക്കും വായുവിനെയും ജയിച്ചു. പിന്നെ വായു ശ്വാസം വലിക്കുന്നില്ല. അങ്ങനെ സ്ഥാണുരിവ, തൂണുപോലെ അങ്ങനെ നിൽക്കുകയാണ് ആര്? ആ ധ്രുവൻ. അതോടുകൂടി ദേവന്മാർക്കൊക്കെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. അവരൊക്കെ ആവണതുപോലെ ഈ ധ്രുവൻ്റെ തപസ്സില്ലാണ്ടേക്കാൻ ശ്രമിച്ചു. അവർക്ക് പറ്റുന്നില്ല. അവർ വൈകുണ്ഠത്തിലേക്ക് പോയി ഭഗവാന്റെ കാൽക്കൽ വീണു. ആ 5 വയസ്സ് ഉണ്ണിയുടെ തപസ്സില്ലാണ്ടേക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ല. വലിയ വലിയ മഹർഷിമാരുടെ തപസ്സില്ലാണ്ടാക്കിയവരാ. എന്നിട്ടെന്താ 5 വയസ്സ് ഉണ്ണിയുടെ തപസ് ഞങ്ങൾക്ക് ഇല്ലാണ്ടേക്കാൻ പറ്റണില്ലല്ലോ, അതാരാ എന്നൊക്കെ ചോദിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, അത് ധ്രുവനാണ്. അയാളുടെ തപസ്സില്ലാണ്ടേക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം അയാൾ ഉള്ളുന്ന തപസ്സിക്കുന്നത് ഞാനാ. ആരാണ്? എൻ്റെ തപസ്സില്ലാണ്ടേക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടാൻ കാരണം ഇപ്പം ഭഗവാൻ ഇങ്ങനെ നിൽക്കണേ. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയ പിന്നെ ഫാന് കറങ്ങുമോ? ലൈറ്റ് കത്തുമോ? അത്രേ ഉള്ളൂ. ലൈറ്റിൻ്റെ ഓഫാക്കി ലൈറ്റ് പോയി, ഫാന് കത്തും. അല്ല, ഫാന് കറങ്ങും, മൈക്ക് ശബ്ദം ഉണ്ടാക്കും. പക്ഷേ മെയിൻ സ്വിച്ച് ഓഫ് ആക്കി ഒക്കെ നിൽക്കില്ലേ? ഈ ദേവന്മാർക്കൊക്കെ പ്രകാശം കൊടുക്കുന്നത് ഭഗവാനല്ലേ. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാവിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. അവൻ്റെ പ്രകാശം കൊണ്ടാണ് ഇവിടെ ഒക്കെ പ്രകാശിക്കുന്നത്. ഈ കാണുന്നവരുടെ പ്രകാശം കണ്ട് അവരുടെ വിചാരിക്കണ്ട കേട്ടോ, അവരൊക്കെ വാടകയ്ക്ക് എടുത്തത് ഭഗവാനാ. അത് ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ അവർ ചോദിച്ചു, അങ്ങെന്തിനാ ഈ ധ്രുവൻ്റെ ഉള്ളിൽ പോയി തപസ്സിക്കണത്? അതെന്തിനാ ചോദിച്ചാൽ 5 വയസ്സ് കുട്ടിക്ക് തപസ് ചെയ്യാൻ അറിയുമോ? പ്രായമുള്ളവർക്ക് അച്ഛൻ പിന്നെ നിശ്ചണ്ട് വിചാരിക്കുക. ഈ 5 വയസ്സ് കുട്ടിക്ക് ഇപ്പം തപസ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ അറിയാത്തൊരു കുട്ടി തപസ് ചെയ്യാനുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഭഗവാനാണ്. 2.5 വയസ്സ് കുട്ടി മിണ്ടാനായിട്ടുള്ളൂ. അപ്പോഴേക്കത് നല്ല കച്ചേരിയൊക്കെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കിക്കോളൂ. അത്രയേ ഉള്ളൂ. ഈ ചെറുപ്രായത്തിൽ ഇപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കിക്കോളൂ ഇതാണ്. അല്ലാതെ ഇപ്പം എന്താ മറുപടി പറയാം? ഉണ്ണിക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അയാളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അതിനാണ് കാരുണ്യം, കൃപ എന്നാണ് പറയുക. ചെറിയ കുട്ടികളൊക്കെ എഴുതണമെന്ന് മോഹമുണ്ട്. അതിന് സ്ലേറ്റ് എടുത്ത് ഇങ്ങനെ എന്തൊക്കെയോ കുത്തി വരയ്ക്കണം എഴുതണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പറ്റണില്ല. അവസാനം ടീച്ചറിന് എന്ത് ചെയ്യും, അതിനെക്കൊണ്ട് സ്ലേറ്റിൽ എഴുതിപ്പിക്കും. കൈ പിടിച്ചങ്ങോട്ട് എഴുതി ആ ഇ എന്നൊക്കെ എഴുതി. എന്നിട്ട് ടീച്ചറിനത് വാങ്ങി ശരിയിട്ട് വെരി ഗുഡ് മിടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണം. കുട്ടി നോക്കാം, ഞാനിപ്പോൾ എന്താ ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ കൈ പിടിച്ചിട്ട് ടീച്ചറാണ് എഴുതിയത്, ടീച്ചർ തന്നെ ശരിയിട്ടു, ടീച്ചർ തന്നെ വെരി ഗുഡ് ഇട്ടു, ടീച്ചർ തന്നെ കൊടുത്തു. അതാണ് കാരുണ്യം. അതിന് മോഹം ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ചെയ്യിച്ച് അതിൻ്റെ ഫലം കൊടുക്കുക. ധ്രുവന് മോഹം ഉണ്ടെങ്കിൽ ധ്രുവനെ കൊണ്ട് ചെയ്യിച്ച് ഫലം കൊടുക്കുക. നമുക്ക് ഭാഗവതം കേൾക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഇരുത്തി കേൾപ്പിച്ച് ഫലം കൊടുക്കുക. നമ്മളല്ല ചെയ്യേണ്ടത്, ഭഗവാൻ നമുക്ക് ലേശം മോഹം ഉണ്ടായതിൻ്റെ പേരിൽ ചെയ്യിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് പുറപ്പെടണ്ട, മുടക്കാൻ സാധിക്കില്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ അങ്ങ് അത്രയും പെട്ടെന്ന് പോയിട്ട് ആ ഉണ്ണിക്ക് വരം കൊടുക്കൂ. ശരി, എന്നാൽ അങ്ങനെയാവാം. ഭഗവാൻ അവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെടുകയാണ്. നാരദരെ അങ്ങ് എങ്ങനെയാണ് പറഞ്ഞെടുത്തത്? കഴുത്തിന് മുകളിലേക്ക് സിംഹം, താഴത്തേക്ക് അങ്ങനെയല്ല. അത് ഹിരണ്യകശിപുരുടെ അടുത്ത് പോകുമ്പോൾ ഇത് 5 വയസ്സ് ഉണ്ണിയല്ലേ, ആ ഉണ്ണിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ഒന്നും പോണ്ട. ഞാൻ പറഞ്ഞെടുത്തത് നീലമേഘ ശ്യാമളനാണ്, ശങ്കരക്ര ഗദാധാരിയാണ്. ശരി, നാഭാഗത്തിന് അത്രയേ ഉള്ളൂ. നാരദർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ണി വിശ്വസിക്കില്ല. ഭഗവാൻ അവിടെ എത്തിയാൽ ഞാൻ വിശ്വസിക്കില്ല. എങ്ങനെയൊന്നല്ല നാരദർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വയ്യല്ലോ. അതുകൊണ്ട് എങ്ങനെയാണ് നാരദർ പറഞ്ഞത് വെച്ചാൽ അങ്ങനെ തന്നെ. ഭൃത്യദൃക്ഷയാഗത, തൻ്റെ ഭക്തനെ കാണാനുള്ള മോഹം കൊണ്ട് ഭഗവാൻ അവിടേക്ക് എത്തി.
ചതുർബാഹുവായിട്ട് അങ്ങനെ ഭഗവാൻ പുഞ്ചിരിച്ച് ധ്രുവൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ ധ്രുവൻ കണ്ണു തുറന്നില്ല. എന്താ കാരണം? ഉള്ളിൽ കാണുന്നുണ്ട്, കണ്ണടച്ചാൽ ഭഗവാനെ കാണുന്നുണ്ട്. ഞാൻ ഒരു കാഴ്ച നഷ്ടപ്പെടേണ്ട കരുതി ഉണ്ണി കണ്ണു തുറക്കണില്ല. ഭഗവാന് തോന്നി ഇയാൾ കണ്ണു തുറക്കായിട്ടുണ്ടാവില്ല, എത്രയോ ഫയൽ അവിടെ ഒപ്പിടാൻ ബാക്കിയുണ്ട്, ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പത്തെ വേണ്ടു, ആ ഉണ്ണി ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രൂപം കണ്ട് മറച്ചാലോ. ഭഗവാൻ ആ രൂപം കണ്ട് മറച്ചതും ധ്രുവനാകെ പരിഭ്രമായി താൻ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന രൂപം എവിടെ പോയി എന്നുള്ള മട്ടിൽ കണ്ണം കണ്ട് തുറന്നതും താൻ ഇത്ര നേരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന രൂപം തൻ്റെ മുന്നിൽ ഒന്ന് ഏന്തിയാ കിട്ടും എന്നാണ്. അതങ്ങോട്ട് കണ്ടതും ഇനിയിപ്പോൾ എന്താ വേണ്ടു, ആയിരക്കണക്കിന് കൈകളുണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് കെട്ടിപ്പിടിക്കായിരുന്നു. അതല്ലെങ്കിലോ ഓടി അങ്ങോട്ട് ചാടിക്കയറി കവളത്തൊരു ഉമ്മ അങ്ങോട്ട് കൊടുത്താലോ, അതല്ല പ്രദക്ഷിണം വെച്ച് അങ്ങോട്ട് നമസ്കരിച്ചാലോ, അതുപോലെ ഭഗവാനെ സ്തുതിച്ചാലോ. അതിന് തനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, ഭാഷ അറിയോ. 5 വയസ്സ് കുട്ടിക്ക് ഇപ്പോൾ ഇതെങ്ങനെയാണ് സ്തുതിക്കുക? സ്തുതിക്കണമെന്ന് മോഹമുണ്ടോ? എന്നാൽ അതിനുള്ള വഴി തരാം. പസ്പർശബാലം കൃപയാ കപോലെ, തൻ്റെ ആ ജ്ഞാനമയമാകുന്ന കമ്പ് കൊണ്ട്, ശംഖം കൊണ്ട് ആ ഉണ്ണിയുടെ കവിളിലാര് തൊട്ടു, ഭഗവാൻ അങ്ങോട്ട് തൊട്ടതും ആ ശംഖിലൂടെ ജ്ഞാനപ്പാൽ ആര് കുടിച്ചു? 5-6 മാസത്തെ വിശപ്പുണ്ടേ. അപ്പോഴേക്ക് ലക്ഷ്മി ദേവി ലേശം ജ്ഞാനപ്പാൽ അതിലെടുത്ത് വെച്ചിട്ടുണ്ട്. പാലാഴി എന്ന് പറഞ്ഞ ജ്ഞാനപ്പാലാണ്. ഭഗവാനെ വിടുകയാണ് ആര്? ലക്ഷ്മി ഒന്ന് പോവുക, ഉണ്ണിക്ക് എത്ര കാലമായി. ഭഗവാൻ പിന്നെ ഇങ്ങനെ പരീക്ഷിക്കാം, ചെറിയ കുട്ടിയല്ലേ, വേഗം പോയിട്ട് എന്താ ചട്ടത്ത് കൊടുക്കൂ. അവസാനം ഭഗവാൻ പുറപ്പെടുമ്പം ലക്ഷ്മി ദേവി മെല്ലെ ആ ഫ്ലാസ്ക് എടുത്തു, ശംഖ് എന്നിട്ട് അതിൽ ലേശം മുക്കി വെച്ചു ജ്ഞാനപ്പാൽ. ആ ഉണ്ണി വല്ലതും കഴിക്കട്ടെ. അമ്മയ്ക്കല്ലേ വിശപ്പ് മനസ്സിലാവുള്ളൂ, പ്രായമുള്ള ഈ അച്ഛന്മാർക്ക് വിശപ്പ് മനസ്സിലാവില്ലല്ലോ. ദീർഘയാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ അച്ഛൻ ചോദിക്കുക ലഗേജ് എടുത്തു വന്നു, പെട്ടെടുത്തു എന്ന് ചോദിക്കുക, മറന്നില്ലല്ലോ എന്ന് ചോദിക്കുള്ളൂ. അമ്മ പറയാ വല്ലതും കഴിച്ചോ ഇല്ല, എന്നാൽ പിന്നെ കാലം പോകും കഴിക്കുക എന്നിട്ട് ബാക്കി പറയാം. അത് അമ്മയ്ക്കല്ലേ മനസ്സിലാവുക. അതുകൊണ്ട് ആ അമ്മ പാലെടുത്ത് വെച്ചിട്ടുണ്ടാവണം. അതങ്ങോട്ട് തൊട്ടതും ആര് കുടിച്ചു? ജ്ഞാനപ്പാൽ കുടിച്ചു. എന്താ തെളിവ്? അല്ലേ ഇപ്പം ഇങ്ങനെ സ്തുതിക്കുക. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം യഹ അന്തപ്രവിശ്യ മമ. ഏതൊരു ഭഗവാനാണോ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഒന്നിനും കൊള്ളാത്ത എന്നെ ഇങ്ങനെയാക്കിയത്. പ്രസുപ്താം സഞ്ജീവയതി അഖില ശക്തിധര സ്വധാംന. ഉറങ്ങിക്കിടക്കണ എൻ്റെ വാക്കിനെ അങ്ങോട്ട് ഉണർത്തി ഈ ഭാഗത്തിന് സ്തുതിക്കാനാക്കിയില്ലേ. ഈ നാവിന് മാത്രമല്ല, കണ്ണിന് കാണാൻ, ചെവിക്ക് കേൾക്കാൻ, മൂക്കിന് വാസനിക്കാൻ, ഇതൊക്കെ സാധിക്കുന്നത് അങ്ങുള്ളതുകൊണ്ടല്ലേ. പ്രാണാൻ നമോ, പ്രാണനായിരിക്കുന്നല്ലയോ ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ 12 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ അനുഗ്രഹിച്ചു. എന്തു വരാ വേണ്ടു ചോദിച്ചു. ധ്രുവം പറയണതിൻ്റെ മുമ്പ് ഭഗവാൻ പറഞ്ഞു, നിൻ്റെ ആഗ്രഹമൊക്കെ എനിക്കറിയാം, നീ എന്തായാലും 10-36 കൊല്ലം 36 വർഷസാഹസ്രം 36 കൊല്ലം രാജ്യം ഭരിക്കും, അവസാനം എന്നിലെത്തോട്ടോ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാൻ അങ്ങോട്ട് പോയി. ഒക്കെ പെട്ടെന്നായിരുന്നു. ധ്രുവനെന്ന് ആലോചിച്ച് വരുമ്പോഴേക്കും ആര് പോയി? ഭഗവാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. വരൊക്കെ വാങ്ങി തിരിച്ചു പോണ ധ്രുവന് വലിയൊരു സന്തോഷമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വിതുരൻ ചോദിച്ചത്, അതെന്തേ ഭഗവാനെ തന്നെ കണ്ടിട്ട് സന്തോഷമില്ല പറയണത് എന്താ? അത് വലിയ രാജാവിനെ പോയി കണ്ടിട്ട് പതിര് ചോദിച്ചതുപോലെ ആയില്ലേ. ഭഗവാനെ കണ്ട മോക്ഷം ചോദിച്ചോട്ടെ, എനിക്ക് ദുഃഖം പൂർണ്ണമായിട്ട് നീങ്ങണം, ഭഗവാനെ മുക്തനാവണമെന്ന് ആഗ്രഹിക്കണ്ടേ, അത് ചോദിച്ചില്ല. എന്താ ഇപ്പം വാങ്ങിയത്? 36 കൊല്ലത്തേക്ക് മോക്ഷം കിട്ടില്ല എന്ന് ഉറപ്പിച്ച് പോവുക. അതല്ലേ ഇപ്പം ഉണ്ടായത്. ആ ഒരു ദുഃഖം ആർക്ക്? അവർക്ക് വിവേകം ഉദിച്ചു. അതാണ്. അതുകൊണ്ട് വലിയ സന്തോഷം ഉണ്ടായില്ല. എന്നാലും ഭഗവാനെ കണ്ടുവല്ലോ, മന്ത്രം കയ്യിലുണ്ടല്ലോ, നാരദരെ കാണാൻ പറ്റിയില്ലേ, വലിയുള്ള കാലം ഭഗവാനെ ഭജിച്ച് രാജ്യം അങ്ങനെ കർമ്മയോഗിയായിട്ട് കഴിയാം എന്ന് കരുതി അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ആദ്യം സ്വീകരിക്കാൻ നിൽക്കുന്നത് ആരാ അവിടെ? സുരുചി ചെറിയമ്മയാണ്. നോക്കണേ ആ സ്നേഹം. ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയ ആളോട് പിന്നെ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവുള്ളൂ. പണ്ട് ദ്വേഷിച്ചവർ പോലും സ്നേഹിക്കും. ഭഗവാന്റെ നേരെ പുറപ്പെട്ടാൽ മതി. എല്ലാവരും നമ്മളെ പറ്റി നല്ലത് പറയണമെന്ന് മോഹം ഉണ്ടെങ്കിൽ ഭാഗവതം വായിച്ചാൽ മതി. അതില്ല, അതിങ്ങനെ പറയിപ്പിക്കാൻ സമയം, അത് കാര്യമില്ല. നമ്മൾ ഭഗവാനെ അന്വേഷിച്ച് തുടങ്ങിയാൽ നേരത്തെ ചിത്ത വിളിച്ചവരൊക്കെ ഒരു ഫോട്ടോ എടുക്കട്ടെ, വേറെ വഴിയില്ല. കണ്ടപ്പം അതാ വേണ്ടതാണ്. ഇവിടെ നോക്കുമ്പോൾ ചെറിയമ്മയാണ് മാലയിട്ട് വരുന്നത്, സ്വീകരിക്കുന്നു, തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. ചെറിയമ്മയുടെ ഒരു വിദ്വേഷമില്ല. എന്തിന്? ചെറിയമ്മ മാപ്പ് പറയണം, ഞാൻ അന്ന് ധ്രുവ ഒന്നും പറയണ്ട അമ്മേ, അമ്മ അന്ന് ചിത്ത പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഭഗവാനെ കാണൂ. നന്നായി, ചീത്ത പറഞ്ഞത് നന്നായി. നമുക്കും ഇടയ്ക്ക് ചീത്ത കേൾക്കണമൊക്കെ നല്ലത് തന്നെയാണ്.
എന്തെങ്കിലുമൊക്കെ ദുരിതം വരുന്നുണ്ട്, നല്ലതായിട്ട് കൂട്ടിക്കോളൂ ഇതൊക്കെ. അതുകൊണ്ട് കുറച്ചൊന്നും വല്ലാണ്ട് അഹങ്കരിക്കാണ്ട് പോകുന്നത്. ഇല്ലെങ്കിൽ ഇപ്പം അഹങ്കരിച്ചാൽ തപ്പതിച്ചേനെ. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്ക് ഇല്ലെങ്കിൽ നമ്മളൊക്കെ അപ്പം ആരെങ്കിലും ഭാഗവതം വായിക്കുമോ, എടുക്കുമോ? ചിലതൊക്കെ പ്രതികൂലമാവുന്നത് കൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഭഗവാനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് തന്നെ. അതുകൊണ്ട് അമ്മയെ മോശമൊന്നും വിചാരിക്കേണ്ട, ചീത്ത പറഞ്ഞത് ആലോചിച്ച് ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമാധാനിപ്പിക്കുക. സുനിധി അമ്മ ഓടി വന്നു, അമ്മയെ തൊഴുത് നമസ്കരിക്കുന്നു, ഉത്താനപാദം വന്ന് കൊണ്ടുപോയി. അങ്ങനെ ധ്രുവനെ രാജാവാക്കുകയാണ്. ഒരിക്കലും എന്താ ഉണ്ടായിച്ചാൽ അവിടെ നായാട്ടിന് പോയതാ ഈ ഉത്തമൻ. അവിടെ വെച്ച് മരിച്ചു, യക്ഷന്മാർ കൊല്ലുണ്ടായത്. മകനെ കാണാതെയായപ്പം പുറപ്പെട്ടു പോയി ആര്, ഈ സുരജി ചെറിയമ്മ. ധ്രുവനോട് പറഞ്ഞാൽ മതി, ആ പറഞ്ഞില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവളങ്ങോട്ട് അന്വേഷിച്ച് പോയി. കാട്ടുതീയിൽപ്പെട്ട് പാവം സുരജി ചെറിയമ്മയും മരിച്ചു. അങ്ങനെയാവും വിധി. ഇതങ്ങനെ കഴിഞ്ഞു. തൻ്റെ സഹോദരനെ യക്ഷനാണ് വധിച്ചത്, യക്ഷന്മാരാണ് വധിച്ചതെന്ന് കേട്ടിട്ട് ധ്രുവന് യക്ഷന്മാരോട് വിദ്വേഷം, വൈരം കണ്ട് വർദ്ധിച്ചു. അങ്ങനെ ധ്രുവൻ അനവധി യക്ഷന്മാരെ കണ്ട് കൊന്നു. ഇത് കണ്ടപ്പം അച്ഛൻ പിന്നെ ഇടപെടുന്നില്ല, വലിയ പൗരുഷമൊന്നുമില്ല ഉത്താനപാദന്. ഉത്താനപാദൻ്റെ അച്ഛൻ സ്വയംഭൂമനു ഇടപെട്ടു. ചിലപ്പോൾ ഒക്കെ അച്ഛൻ ഇടപെടാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ആരിടപെടണം? മുത്തശ്ശൻ ഇടപെടണം. അച്ഛനെ കഴിവില്ലെങ്കിൽ മുത്തശ്ശൻ. ചിലപ്പോൾ മുത്തശ്ശൻ്റെ ഭാഷയും കുട്ടിക്ക് മനസ്സിലാവുക, അച്ഛൻ്റെ ഭാഷയാവില്ല. ഇന്നിപ്പോൾ മുത്തശ്ശന്മാരെ കാണാനില്ല, അവരൊക്കെ വയറ്റത്ത് പുറത്താക്കി, അവരെവിടെയെങ്കിലും. അതാണ് ഈ കുട്ടികൾ വഷളാവാൻ പ്രധാന കാരണം. ഇന്ന് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും വീട്ടിലില്ലാത്തതാണ്, അവർ വേറെ ദിക്കിലാണ്. അച്ഛനും അമ്മയാണെങ്കിൽ ജോലി തിരക്കായിട്ട് പോകുന്നു. ആ ഒരു ചെറുപ്രായത്തിൽ സംസ്കാരം ഉറക്കേണ്ട ആ ഒരു സമയത്ത് വേണ്ടതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആളില്ല. സ്നേഹം എന്താണെന്ന് അറിയണില്ല, സ്നേഹിക്കപ്പെട്ടാലല്ലേ സ്നേഹം എന്താണെന്ന് അറിയുള്ളൂ. എടുക്കണില്ല, ലാളിക്കണില്ല, ഉമ്മ കൊടുക്കണം, ഒന്നുമില്ല. ബാങ്കിൽ കാശ് ഇങ്ങനെ കൊടുക്കും, ചോദിച്ചാൽ കാശ് കൊടുക്കും. എന്തിൻ്റെ കുറവാണ് ഞാൻ എൻ്റെ ഉണ്ണിക്ക് വരുത്തിയത് ചോദിക്കുമ്പോൾ കാശ് കൊടുത്ത് നോക്കിയാൽ അയ്യോ. പണ്ടതൊന്നുമില്ല, കാശ് തന്നെ കിട്ടില്ല. പക്ഷേ സ്നേഹം ഉണ്ടായിരുന്നു. നാമം ജപിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതാണ് വ്യത്യാസം. ചോദിക്കണമൊന്നും വാങ്ങിത്തരില്ല. സന്ധ്യയ്ക്ക് നാമം ചോദിച്ചില്ലേ, ചായ കുടിക്കാതിരുന്നാൽ നമസ്കരിച്ചിട്ടാണോ വരുന്നത്? അല്ല, എന്നാൽ പോയി നമസ്കരിക്കുക. എന്നാലും സ്നേഹമുണ്ട്. ആ അച്ഛനോടും അമ്മയോടും കുട്ടികൾക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ട് ചോദിക്കണമെന്നും വാങ്ങിക്കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിലാണ് സ്നേഹം എന്ന് വിചാരിക്കും വേണ്ട. ഈശ്വരനെ കൊടുത്താൽ ഉള്ളിൻ്റെ ഉള്ളവർക്ക് എന്തുണ്ടാവും? കിട്ടേണ്ടത് കിട്ടിയിട്ടോ. എനിക്ക് വേണ്ടത് അച്ഛൻ തന്നിട്ടുണ്ട്, അമ്മ തന്നിട്ടുണ്ട് എന്ന് തോന്നും. ഈ സ്വയംഭൂമനെ ഒന്ന് ഉപദേശിച്ചു, അലം വത്സാതിരോഷേണ, ഉണ്ണി ഇത് ശരിയല്ല. 5-ാം വയസ്സിൽ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയ നീ ഇപ്പം ചെയ്യണ പ്രവൃത്തി നോക്കുക, എത്ര മോശാത്. നമ്മളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കല്ലേ. നീ ഇപ്പം മന്ത്രമൊന്നും ജപിക്കാറില്ലേ? ഇപ്പം ദ്വാദശാക്ഷി മന്ത്രമൊക്കെ വിട്ടിട്ടുണ്ടാവില്ലേ? സത്യമാണ്, വിട്ടുപോയി. ഈ ജോലി തിരക്കൊക്കെ ആയപ്പോഴേ മെല്ലെ മെല്ലെ ഭഗവാൻ അങ്ങനെ കുറച്ചായിട്ട് അങ്ങനെ മറന്നു. മന്ത്രം ജപിക്കുന്നത് നിന്നു, സാധനങ്ങൾ നിന്നു, ഏകാന്തത്തിൽ ഇരിക്കലില്ല, നിവർന്നിരിക്കുക, കണ്ണടക്കുക, ധ്യാനമൊക്കെ നിന്നു. ഭാഗവതം കേൾക്കാൻ നേരമില്ല, ജോലി തിരക്കൊണ്ടേ. നിന്നു വെച്ചാൽ നോക്കിക്കോളൂ, കുറച്ച് കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടാവും. പ്രയാസം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശപിക്കും അങ്ങനെയൊന്നല്ല പറയണു കേട്ടോ, ഞാൻ അത് വിചാരിക്കണ്ട. അതല്ല, ചെയ്യണതൊക്കെ ഒന്ന് വേണ്ടതുപോലെ ആവാണ്ടിയാവും, ഒരു തൃപ്തി ഇല്ലാണ്ടിയാവും. അതുകൊണ്ട് ഇത് വിടണ്ട, അതങ്ങനെ നിന്നോട്ടെ. നമ്മളിപ്പോൾ ചെയ്യണ പരാക്രമമൊക്കെ ഉണ്ടായിക്കോട്ടെ, കൂട്ടത്തിൽ 2 അദ്ദേഹം കൂടി കൊണ്ടു നടന്നോളൂ. ഇടയ്ക്കൊന്ന് ഭാഗവതം അങ്ങനെ വിടാണ്ട് നോക്കിയാൽ മതി, ഇത്രയേ വേണ്ടൂ. ഇതത് വിട്ടതോടുകൂടി മനസ്സൊന്ന് ഇളകി. അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. തെറ്റ് മനസ്സിലാക്കി കാൽക്കൽ വീണ് നമസ്കരിച്ച് മുത്തശ്ശൻ്റെ പറ്റിപ്പോയി, കുറേ പേരെ ഞാൻ കൊന്നു. എന്താപ്പം പ്രായശ്ചിത്തമായിട്ട് ചെയ്യേണ്ടത്? നീ ചെയ്യേണ്ടത് ഈ യക്ഷന്മാരുടെ അധിപൻ കുബേരനാണ്, കുബേരനെ കണ്ട് മാപ്പ് പറയുക, കാൽക്കൽ വീണ് നമസ്കരിക്കുക, പറ്റിപ്പോയി എന്ന് പറയുക. ഒരു മടിയില്ല. താൻ ചെയ്ത് തെറ്റെന്ന് മനസ്സിലായപ്പോൾ ആ ധ്രുവൻ, നമ്മളാച്ചാലോ എത്ര ശമ്പളം ഞാൻ വാങ്ങേണ്ടത് നിങ്ങൾക്കറിയാം, ഞാൻ പോയിട്ട് ഇനിയിപ്പം അയാളെ അല്ലേ. ഇതൊന്നുമില്ല. ആ ധ്രുവൻ അങ്ങോട്ട് പുറപ്പെട്ടു, കുബേരനെ പോയി തൊഴുതം കണ്ട് നമസ്കരിച്ചു, പറ്റിപ്പോയി, എന്ത് ശിക്ഷ വേണമെങ്കിൽ തരാം, തെറ്റെൻ്റെ ഭാഗത്താണ്, ശിക്ഷ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ കുബേരൻ്റെ കണ്ണ് പറഞ്ഞു. ഇങ്ങനെയുണ്ടോ ഒരു ക്ഷത്രിയൻ? വീഴ്ച പറ്റുന്നവരൊക്കെ സോറി പറയാറൊന്നുമില്ല, വീണു സമ്മതിക്കാറുമില്ല. അത് ഞാൻ അങ്ങ് ഉരുളാൻ വേണ്ടി കിടന്നതാ, അതൊന്നല്ല, വെച്ചുത്തി വീണതാണ്, എന്നാലും സമ്മതിക്കില്ല. വീണു എന്നുള്ളത് സത്യമാണെങ്കിൽ മെല്ലെ എണീറ്റ് നടക്കുക, അത്രയും വേണ്ടു. എണീക്കുക എന്നുള്ളത് പ്രധാനം, അത്രയും വേണ്ടു. ഇത് എണീറ്റു. ധ്രുവൻ തെറ്റുപറ്റി സമ്മതിച്ചു, തൊഴുത് നമസ്കരിച്ചു, എന്ത് ശിക്ഷ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞ സമയത്ത് കുബേരൻ പറഞ്ഞു, എനിക്ക് നിന്നെ ശിക്ഷിക്കാൻ തോന്നുന്നില്ല, എനിക്ക് എൻ്റെ ഉണ്ണിയായിട്ട് തന്നെയാണ് തോന്നുന്നത്, എന്ത് വരാ വേണ്ടു, നിൻ്റെ ഈ ഒരു മനസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളുടെ വ്യവഹാരം നല്ല പോലെയാണെങ്കിൽ നമുക്ക് അബദ്ധം പറ്റിയാൽ പോലും മറ്റുള്ളവരെന്ത് പറയും? സാരല്ല പറയും, ഇല്ലേ? ഒന്ന് ചവിട്ടിപ്പോയി, അയാൾക്ക് കണ്ട് ദേഷ്യം വന്ന് കണ്ടുവിട്ട് നിൽക്കുമ്പോൾ സോറി ഇട്ടോ അറിയാണ്ട് പറ്റിയത്, വേണമെങ്കിൽ 2 ചവിട്ടി ചൂട്ടിക്കോളൂ എന്ന് പറഞ്ഞാൽ
അതല്ലാണ്ട് നമ്മളവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ദേഷ്യം വരും, ചിലപ്പോൾ കേസും കൊടുക്കും. നമ്മളുടെ പ്രതികരണം പോലെയാണ് ബാക്കിയൊക്കെ. പറ്റിയത് പറ്റി, നമ്മൾ നല്ല രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ വിഷമമൊന്നും ഇല്ലാണ്ട് തന്നെ അത് കഴിയും, ഒരു പ്രശ്നമില്ലാണ്ട് കഴിയും. നേരെ മറിച്ച് നമ്മൾ നേരാവണ്ണല്ല സംസാരിക്കണമെങ്കിൽ വാശിയായി രാജീവനാന്ത കേസ് പോകും. അതുകൊണ്ട് അതാണ് മുഖ്യത കാണിക്കുകയാണ് ഇപ്പോൾ. കുബേരൻ എന്ത് വരാൻ വേണ്ടെന്ന് ചോദിച്ചപ്പം ധ്രുവൻ പറഞ്ഞു, എനിക്കൊരു വരവും വേണ്ട, ഞാൻ ഭഗവാനെ കണ്ട ആളാ. എന്നിട്ടൊരു പൊട്ട വരം ചോദിച്ചിരിക്കുകയാണ് ഇവിടെ. അങ്ങനെയുള്ള ഞാൻ ഇനിയിപ്പം തീരുമാനിച്ചിട്ടുണ്ട്, ആരെ കണ്ടാലും ഇനി ഒരു വരം ചോദിക്കില്ല. എന്തിനീ ആവശ്യത്തെ വരൊക്കെ വാങ്ങണം, എനിക്ക് വേണ്ട, വരൊന്നും വേണ്ട പറഞ്ഞു. അങ്ങനെയല്ല, നീ ചോദിച്ചേ പറ്റൂ, എന്തെങ്കിലും ഒരു വരം ചോദിക്കണം, തരാണ്ട ഞാൻ പോവില്ല എന്ന് പറഞ്ഞ സമയത്ത് ധ്രുവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു വരം തന്നേക്കൂ. ഹരവു സവ്രയ അചലിതാം സ്മൃതിം യയാ. അചലിതാം സ്മൃതി, ഹരിയിൽ ഭഗവാനിൽ എൻ്റെ മനസ്സിന് ഒരിക്കലും ചലിക്കരുത്, അങ്ങനെ മനസ്സുറച്ചു നിൽക്കണം ഹരിയിൽ. ഇപ്പോൾ ഇടയ്ക്കൊന്ന് ചലിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഏടാകൂടൊക്കെ ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഇനി എൻ്റെ മനസ്സ് ഭഗവാനിൽ ഒരിക്കലും പോകരുത്. അങ്ങനെ വരം തരാൻ പറ്റുമോ? ആവട്ടെ. അങ്ങനെ ഒരു വരം കൊടുത്തു. അതാണ് ചോദിക്കേണ്ടതെന്ന് ആര് തിരിച്ചറിഞ്ഞു? കുറച്ച് കഴിഞ്ഞപ്പോഴെങ്കിലും ധ്രുവൻ തിരിച്ചറിഞ്ഞു. രാജ്യം ഭരിക്കണമെന്നോ സ്ഥാനം വേണമെന്നോ പദവി വേണമെന്നോ പ്രശസ്തി വേണമെന്നോ കാശ് വേണമെന്നോ അല്ല ചോദിക്കേണ്ടത്, ഭഗവാനിൽ മനസ്സ് ഉറച്ചു നിൽക്കണം, ശാന്തി വേണം എന്ന് ആഗ്രഹിക്കണം എന്ന് തിരിച്ചറിഞ്ഞല്ലോ. പിന്നീട് ധ്രുവൻ അബദ്ധം പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഭഗവാനെ തന്നെ ഭജിച്ചു കഴിഞ്ഞു, ശാന്തനായിട്ട് വർത്തിച്ചു. കുറച്ച് കഴിഞ്ഞു അദ്ദേഹം തൻ്റെ രാജ്യമൊക്കെ മക്കളെ ഏൽപ്പിച്ച് അദ്ദേഹം മെല്ലെ ഗംഗാതീരത്തേക്ക് പോയി അവിടെ ഏകാന്തത്തിൽ ധ്യാനിച്ചങ്ങനെ കഴിയുകയാണ്. തുളസിമാല ചാർത്തി ഗോപിക്കുരി തൊട്ട് അങ്ങനെ അദ്ദേഹം അങ്ങനെ കഴിയുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം ജപിച്ച് അങ്ങനെ കഴിയുകയാണ്. അപ്പോഴാണ് വിമാനം വരുന്നത്. ധ്രുവനെ കൊണ്ടുപോകാനായിട്ട് ഭഗവാൻ വൈകുണ്ഠത്ത് നിന്ന് വിമാനം അയച്ചു. ആ വിമാനം അങ്ങനെ വന്നു. ധ്രുവൻ മെല്ലെ എണീറ്റ് അങ്ങോട്ട് പോകാൻ പുറപ്പെട്ട സമയത്ത് പോകുന്നതിന് മുന്നേ വിമാനത്തിൽ കയറിൻ്റെ മുന്നേ നോക്കണം, ചെക്ക് ചെയ്യാൻ വരുമല്ലോ, എന്തെങ്കിലും അനധികൃതമായിട്ട് കൊണ്ടുപോകണ്ടോ അറിയണ്ടേ. അങ്ങനെ നമ്മളും പോകുന്ന സമയത്ത് നോക്കാൻ വരുന്ന ആളെ പേരാണ് ഈ കാലൻ, യമൻ. അയാൾ സമ്മതിക്കേണ്ട നമുക്ക് പോകാം, അയാളെ സീൽ വയ്ക്കുക, അന്നി പോവാം. അതല്ലാണ്ട് ഉടലോട് കൂടി അങ്ങനെ വിടാറില്ല. ധ്രുവൻ അങ്ങോട്ട് വന്ന സമയത്ത് അദ്ദേഹം നോക്കി എന്തെങ്കിലും കൊണ്ടുപോകണ്ടോ നോക്കട്ടെ. ധ്രുവ ഒന്നങ്ങനെ നിൽക്കൂ, ശരി ഇനി തിരിഞ്ഞ് നിൽക്കൂ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണ്. എന്തെങ്കിലും സ്വർണ്ണ ബിസ്ക്കറ്റ് എങ്ങാനും കൊണ്ടുപോകുന്നുണ്ടോ എന്നറിയാൻ നോക്കുകയാണ്. ധ്രുവനെ പറഞ്ഞ പോലെയൊക്കെ നിന്നു. അപ്പോഴും നാമജപം തന്നെ, ഓം നമോ ഭഗവതേ വാസുദേവായ. നോക്കി കുഴപ്പമൊന്നുമില്ല, കണ്ടു പോയിക്കോളാൻ പറഞ്ഞ സമയത്ത് ധ്രുവൻ ചോദിച്ചു, എന്താ പേര്? യുവർ ഗുഡ് നെയിം പ്ലീസ്. അപ്പം യമന് പ്രശ്നം തോന്നി. ഇയാൾ അസല് വൈഷ്ണവനാണ്, മുഖത്ത് നാമജപാണ്, മിക്കവാറും വൈകുണ്ഠത്തിലെത്തുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ ചോദിക്കുക, എന്തേ 10 മിനിറ്റ് വൈകുന്നു? അപ്പോൾ ധ്രുവൻ പറയും, ഞാൻ അങ്ങോട്ട് വരാൻ നേരത്തെ ഒരാൾ കൈ നീട്ടി, എന്നിട്ട് അവിടെ നിൽക്കൂ പറഞ്ഞ് എന്നെ നല്ലോണം നോക്കുകയായിരുന്നു. ഭഗവാൻ ചോദിക്കുക, അയാളുടെ പേരെന്താന്ന്? അപ്പോൾ എന്ത് പറയും? താനിപ്പോൾ പേര് പറഞ്ഞാൽ ആ പേര് അവിടെ പറയും. ആ ഭഗവാനാണ് തനിക്ക് ശമ്പളം തരുന്നത്. തൻ്റെ ജോലി പോയാൽ വയ്യ. യമൻ പറഞ്ഞു, എൻ്റെ പേര് യമൻ എന്നാണ്, ഇവിടെ നടന്നോന്നും അവിടെ പറയണ്ട. എന്തായാലും കാലെടുത്ത് അങ്ങോട്ട് വയ്ക്കുമ്പോഴേ നേരെ പ്ലെയിനിലേക്ക് കാല് വയ്ക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും, ഞാൻ സ്റ്റെപ്പായിട്ട് ഇവിടെ ഇങ്ങോട്ട് നിൽക്കാം, എൻ്റെ തലയിൽ ചവിട്ടിയും കൊണ്ട് അങ്ങോട്ട് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞ് ധ്രുവൻ്റെ മുന്നിൽ ആ മൃത്യു, നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കണ മൃത്യു, നമ്മളെ നോക്കി പരിഹസിക്കുന്ന മൃത്യു ധ്രുവൻ്റെ മുന്നിൽ തലയങ്ങോട്ട് കുറിച്ചു. മൃത്യോഹോമൂർധ്നി പദം തത്വ ആരുരോഹ അദ്ഭുതം ഗൃഹം. ആ മൃത്യുവിൻ്റെ ശിരസിൽ കാലങ്ങോട്ട് വെച്ച് ആ ഉണ്ണി എവിടേക്ക് പ്രവേശിച്ചു? ആ അത്ഭുത ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. പറഞ്ഞ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? മൃത്യോർമ അമൃതം ഗമയ, അതാണ് അസതോമ സദ്ഗമയ. അസത്തിലേക്ക് പോകണമെന്ന് നിർത്തിയിട്ടെ ഇനി സത്തിലേക്ക് തിരിയും. ജഡവിഷയങ്ങളെ ധ്യാനിക്കണം നിർത്തിയിട്ടെ ഇനി പരമമായ സത്യത്തെ ധ്യാനിക്കൂ. ആവശ്യമില്ലാത്ത കാര്യം ആലോചിച്ച് ദുഃഖിക്കണം നിർത്തിയിട്ടെ ഇനി വേണ്ട കാര്യങ്ങൾ സ്മരിക്കൂ. അജ്ഞാനത്തെ തീർത്തിട്ട് ഇല്ലാണ്ടാക്കിയിട്ട് അവിദ്യയ മൃത്യും തീർത്തുക വിദ്യയ അമൃതമശ്നുതേ. അതൊക്കെ ഉപനിഷത്ത് വാക്യാണ്, അതിൻ്റെയൊക്കെ കഥാരൂപമാണ് ഇപ്പം ഇത്. നമുക്ക് ഉപനിഷത്ത് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല, കഥാരൂപത്തിൽ പറയുമ്പോൾ മനസ്സിലായില്ലേ. അതാണിങ്ങനെ വർണ്ണിച്ചത്. ഏതായാലും അങ്ങനെ ആ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കണം, വിമാനത്തിലേക്ക് പ്രവേശിച്ചു. വിമാനം അങ്ങോട്ട് എടുക്കാൻ പുറപ്പെട്ട സമയത്ത് ധ്രുവം പറഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ നോക്കുക സംസ്കാരം. വിമാനം അങ്ങോട്ട് പുറപ്പെടാനായില്ല. എന്താ കാരണം വെച്ചാൽ തനിക്ക് ഇങ്ങനെയൊരു സ്വഭാവമാവാനും തനിക്ക് ഈ നേട്ടമൊക്കെ ഉണ്ടാവാൻ കാരണം ഒരാളാണ്. അയാൾക്കില്ലാത്ത വൈകുണ്ഠം തനിക്ക് ആവശ്യമില്ല. ആരാത്? എൻ്റെ അമ്മയുടെ കാരുണ്യം കൊണ്ടാണ്. കുട്ടിക്കാലത്ത് ഈശ്വര കഥകൾ പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാനിപ്പോൾ അതെങ്ങനെയായത്. അതുകൊണ്ട് എൻ്റെ അമ്മ എവിടെ എന്ന് പറഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആ വിമാനത്തിലുള്ളവർ പറഞ്ഞു, നിനക്ക് സംശയമുണ്ടോ? നിന്നെങ്ങനെയാക്കി അമ്മയ്ക്ക്
വൈകുണ്ഠം കിട്ടില്ല തോന്നുന്നുണ്ടോ? പുരോയാനേന ഗച്ഛതി. ആ മുന്നേ പോണ വിമാനം നോക്കൂ ധ്രുവ, ആരാതിരിക്കണമെന്ന് നോക്കൂ. ധ്രുവൻ നോക്കിയ സമയത്ത് സിംഹാസനത്തിൽ ആരിയ്ക്കുന്നുണ്ട്? ആ വിമാനത്തിൽ സുനീതി ഇരിക്കുന്നുണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട്. ചുറ്റുമുള്ളവരൊക്കെ കേമായിട്ട് പുഷ്പവൃഷ്ടി സ്തുതിക്കുന്നുണ്ട്. സുനീതി, നീയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവതിയായിട്ടുള്ള അമ്മ, ഇങ്ങനൊരു മകനെ കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഉള്ളവരൊക്കെ സ്തുതിക്കുന്നത് കണ്ടപ്പോൾ ആർക്ക് സന്തോഷമായി? ഇതാണ് വൈകുണ്ഠത്തേക്കാൾ വലുത് ആർക്ക്? ധ്രുവന്. അമ്മ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്, മതി. അങ്ങനെ ആ ധ്രുവൻ വൈകുണ്ഠത്തിലെത്തി. ഇതാണ് കഥയുടെ താല്പര്യം. പറയുമ്പോൾ വലിയ കേമന ബ്രഹ്മാവ്. എന്നിട്ട് മകനെ നേരാവണ്ണം വളർത്തിയ, സ്ഥാനമൊക്കെ കൊടുത്തു, പ്രജാപതിയാക്കി, അവിടെ ഇവിടെ കൊണ്ടിരുത്തി. എന്നിട്ട് എന്തുണ്ടായി? ശിവനെ വന്ദിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല, ഭഗവാനെ വന്ദിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെയല്ലേ തല പോയത്? അത്രയൊന്നും കേമത്വം സുനീതിക്കില്ല കേട്ടോ. പക്ഷെ എന്ത് പറഞ്ഞു? ഭഗവാനെ ഭജിക്കണം. ആ കളിപ്പാട്ടങ്ങളായിട്ട് കളിക്കേണ്ട സമയത്ത് തന്നെ കൈകൊട്ടി നാമാവലി പാടിയിട്ടാണ് ആ ഉണ്ണി വളരുന്നത്. ഈശ്വര കഥകൾ പറഞ്ഞു കൊടുത്തു വളർന്നതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് സദ്ബുദ്ധി തോന്നി, വേണ്ടത് തോന്നി എത്തിയില്ലേ. മഹാത്മാക്കളുടെ കഥയൊക്കെ നോക്കി നോക്കൂ, അവിടെയൊക്കെ പിന്നിൽ ആരുണ്ടാവും? മഹതിയായിട്ടൊരു അമ്മ ഉണ്ടാവും. നരേന്ദ്രൻ വിവേകാനന്ദൻ അയച്ച പിന്നിൽ ആരുണ്ട്? അമ്മ ഉണ്ട്. അതാണ്. കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയ സമയത്ത് എന്താവണമെന്ന് ആഗ്രഹം ടീച്ചർമാരൊക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തരോടൊന്ന് പറയുമല്ലോ, ഡോക്ടറാവണം, വക്കീലാവണം, എഞ്ചിനീയർ ആവണം. അദ്ദേഹത്തിൻ്റെ തെത്തി. നരേന്ദ്രൻ പറഞ്ഞു, എനിക്ക് കുതിരക്കാരനാവണം. ടീച്ചർക്ക് ഇഷ്ടമായില്ലേ? കുതിരക്കാരനാവണം. അതാണ് മോഹം. ഓരോ സമയത്ത് ഓരോന്നല്ല ഉണ്ടാവുക. കുട്ടിയെ പോണത് കുതിരക്കാരനാണ് കൊണ്ടുപോണതേ സ്കൂളിലേക്ക്. കുട്ടികൾ ജീപ്പിലല്ലേ പോവുക. ആ കുട്ടിക്കാലത്ത് കുട്ടികളോട് ചോദിച്ചു നോക്കുക എന്താവാൻ ആഗ്രഹം എന്ന്. അപ്പോൾ എന്താ പറയുക? ഡ്രൈവർ മാമനാവണം. ആ സ്റ്റയറിംഗ് തിരിക്കണതും ആ ഗിയർ മാറ്റണതും കുട്ടികൾക്ക് അതന്നെ മോഹം ഉണ്ടാവുള്ളൂ. വേറെ മോഹമൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് ദുര കൂടുമ്പോഴാണ് അതിനിത്ര ശമ്പളം, ഇതിനിത്ര അങ്ങനെ പൈലറ്റ് ആവണം, ശാസ്ത്രജ്ഞനാവണം. ഇതൊക്കെ മോഹം കൊണ്ടാ വിചാരിക്കണ്ട, ഒക്കെ സാലറി നോക്കിയിട്ടാ. ഈ ഉണ്ണിയാവൊന്നുമില്ല, നിഷ്കളങ്കനല്ലേ. കുതിരക്കാരെന്ന് പറഞ്ഞത് അങ്ങോട്ട് ടീച്ചർക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് അമ്മയോട് പറഞ്ഞു, നിൻ്റെ മകനെ ഇങ്ങനെ കുതിരക്കാരനൊക്കെ. അത് കുതിരക്കാരെന്താ മോശം? ഏത് പണിയും മോശം, ഏത് പണിയും വൃത്തി ചെയ്താൽ നല്ലത് തന്നെയാണ്. അത്രയേ ഉള്ളൂ. ഏതായാലും അങ്ങനെ അമ്മ ഈ വാർത്ത അറിഞ്ഞു. അമ്മ ചീത്ത പറയുന്നുണ്ടായില്ല, തല്ലിയിട്ടില്ല. അമ്മ കുളിപ്പിച്ചു. സന്ധ്യാസമയമായി. നേരെ കൊണ്ടിരുത്തിയ പൂജാമുറിയിലെ എന്നിട്ട് പറഞ്ഞു, അമ്മ കേട്ടിട്ടോ നിനക്ക് കുതിരക്കാരനാവണം എന്നാ മോഹം എന്ന് കേട്ടിട്ടോ? നല്ല മോഹം, അങ്ങനെ തന്നെ വേണം, കുതിരക്കാരനാവണം. പിന്നെ എങ്ങനെയെങ്കിലുള്ള കുതിരക്കാരനായാൽ പോരാ എന്ന് പറഞ്ഞ് പൂജാമുറിയുള്ള പാർത്ഥസാരഥിയെ കാണിച്ചു കൊടുക്കണത്. അങ്ങനെയുള്ളൊരു കുതിരക്കാരനാവണം. അങ്ങനെ തന്നെ ഒരു കുതിരക്കാരനായി ആണ്. വലിയ പേരൊന്നും ഇല്ലാത്തൊരു കാലത്ത് തന്നെ അദ്ദേഹം ചിക്കാഗോയിൽ പോയി പ്രസംഗിച്ചിട്ട് ഭാരതത്തിൻ്റെ മഹിമ മറ്റുള്ള രാജ്യക്കാരറിയാൻ പ്രധാന കാരണക്കാരൻ സ്വാമിയാണ്. രാമകൃഷ്ണദേവൻ എവിടെയും പോകില്ല, ഒരു ഭാഗത്തിരിക്കുകയുള്ളൂ. അയാളെ ശിഷ്യനാവട്ടെ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അങ്ങനെ ആവാൻ കാരണക്കാരി അമ്മയാണ്. ഏത് മഹാത്മാക്കളെ നോക്കിയാലും താൻ ജീവിതത്തിൽ സത്യം മാത്രമേ പറയുള്ളൂ തീരുമാനിച്ചത് ഗാന്ധിജി തീരുമാനിക്കാൻ കാരണം തൻ്റെ അമ്മ ഹരിശ്ചന്ദ്രൻ്റെ കഥ പറഞ്ഞു കൊടുത്തപ്പെടാം. അപ്പം കഥ സ്വാധീനിക്കില്ലേ പറയാൻ പറ്റില്ല. ചിലർ പറയും കാര്യമൊന്നും കേട്ടിട്ട്, ഇപ്പത്തെ കുട്ടികൾക്ക് കാര്യമൊന്നും കേട്ട് ഒരു കാര്യം. നമ്മളെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല, നമ്മളത് മനസ്സിലാവില്ല കരുതിയിട്ട്. കുട്ടികൾക്ക് കാര്യമുണ്ട്. ആദ്യം ഈ കഥ കേൾക്കണം. ഇപ്പം എന്താ വെച്ചാൽ വേണ്ടാത്ത കഥയൊക്കെ കുറേ കേട്ടു, ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് കമഴ്ത്തണം ആദ്യം, എന്നിട്ട് വേണമെങ്കിൽ നല്ലത് കേൾക്കാൻ. അതാ ബുദ്ധിമുട്ട്. ആദ്യമേ നല്ലത് അങ്ങോട്ട് ഉള്ളിലെത്തിയാൽ പിന്നെ പേടിക്കാനില്ല, പിന്നെ മറ്റത് കയറാൻ സ്ഥലമില്ല, അതൊന്നും വരില്ല. അതല്ലേ മറ്റേ നോക്കുമ്പോൾ മറ്റു മതസ്ഥരെ കണ്ടുപിടിക്കണതൊക്കെ. രാവിലെ നേരത്തെ മദ്രസയിൽ പോകുന്നുണ്ടല്ലോ, നമ്മളെന്താ പറയുക? കുട്ടികൾ വരില്ല, എന്താ ചെയ്യുക? നമ്മൾ ചോദിച്ചാൽ എന്തായാലും ഇങ്ങനെ ദാരിദ്ര്യം പറയും. അവർക്കെന്താ പ്രശ്നമില്ല, അതും കുട്ടികളല്ലേ, അതെന്താ മനസ്സിലാക്കാത്തോ? അവർക്കത് പ്രധാനമാണ്. സ്കൂളിൽ പോയില്ലെങ്കിൽ സാരമില്ല, എങ്ങോട്ട് വിടും? ആ തെറ്റൊന്നും പറയണം, നല്ല കാര്യം തന്നെ. നമുക്കെന്താ വെച്ചാൽ അത്രയൊന്നും തോന്നും. നമുക്കെപ്പോഴും എന്താ വെച്ചാൽ കുറച്ച് എന്തെങ്കിലും ജോലി വാങ്ങുക, എന്തെങ്കിലും കുറച്ച് ചെറിയ ജോലി, കുറച്ച് കാശുണ്ടാക്കി, അങ്ങനെയാണ്. അതിലങ്ങോട്ട് വന്നു. കലയ്ക്ക് പോലും വലിയ പ്രാധാന്യം കൊടുക്കണില്ല. അതാണ് എന്തെങ്കിലും ഒരു കല അഭ്യസിക്കേണ്ട, അത് മാറ്റി അതും ഒക്കെ ആ ഒരു ചിന്ത. അതുതന്നെയാണ് പ്രശ്നം. ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്കുണ്ട്, അവർക്ക് സൺഡേ സ്കൂളുണ്ടേ. ഒന്നില്ലെങ്കിൽ അച്ഛൻ ചോദിക്കും എന്തേ കാണാനും ചോദിക്കും. നമ്മൾ ശാന്തിക്കാരൻ വന്നാലേ ചോദിക്കുക എന്താ പിറന്നാളാ, വാർഷിക, എന്താ പതിവില്ലാണ്ട് അമ്പലത്തിൽ. ഇതാണ് വ്യത്യാസം. പരിഹസിക്കാനോ അല്ലെങ്കിൽ കുറ്റമായിട്ടോ പറയാലോ കേട്ടോ, നമ്മൾ സ്വയം ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ചിലരുടെ അങ്ങനെ ന്യായം പറയും, കുട്ടികൾ വരില്ല എന്നൊക്കെ. എന്നാൽ പിന്നെ അവർ വരുന്നുണ്ടല്ലോ. വെയിലത്തും മഴയത്തും പുറത്തങ്ങോട്ട് ഇറങ്ങി എന്നാൽ മലപ്പുറത്തൊക്കെ പോയാൽ കാണാം, കോഴിക്കോട് പോയാലൊക്കെ കാണാം. അവരങ്ങോട്ട് പോകുന്നത് കാണാം. രാവിലെ പോയി ചെറിയ ചിട്ടുങ്ങുകൾ ആരും നോക്കാനുമില്ല, അങ്ങനെ പോകും. ഉത്സാഹം നോക്കും. എന്നാൽ നമ്മളെ വീട്ടിലോ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ്. അങ്ങനെയല്ല, അതാണ് വിഷയം.
അതെങ്ങനെയാണ് നമ്മളവരെ തുടക്കത്തിൽ തന്നെ വളർത്തുന്നത്? തുടക്കത്തിലുള്ളത് അവിടെ ഉണ്ടാവും. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയും. ഉള്ളിൽ ആദ്യം കിട്ടുന്നത് അവിടെ നിൽക്കും. 10-18 വയസ്സായിട്ട് എത്ര ഉപദേശിച്ചിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. അവരിങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ ഈ അച്ഛനമ്മ എന്തോ പറഞ്ഞു അതൊന്നും കയറുന്നേ ഇല്ല. നമ്മളെ സമാധാനത്തിന് പറയുക. ചില എന്നാളൊരു അച്ഛൻ പറഞ്ഞു, കുറേ പറയുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ട്, അതിന് പറയാം. അങ്ങനെ പറഞ്ഞോണ്ടത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം നമുക്കുണ്ട്. ഇതിപ്പോൾ നമ്മളെ കഥയ്ക്ക് അങ്ങനെയാണ്. വേണ്ട സമയത്തൊന്നും പറയില്ല, ചെയ്യില്ല. ഇതിന് അവസാനം അങ്ങനെ കുറേ എന്തൊക്കെയോ വെളിച്ചപ്പെട്ടിട്ട് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. പറഞ്ഞു എന്നായല്ലോ. അതുകൊണ്ടൊന്നും കാര്യമില്ല. സമയം നോക്കി ഈ സുനീതിയെ പോലെ വളർന്നു വരുന്ന പ്രായം നോക്കി വേണ്ടത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 2 വയസ്സാകുമ്പോഴേക്ക് അടുത്ത് പോയി തത്വമസി എന്ന് പറയണമെന്നല്ല. ആ കുട്ടിക്ക് മനസ്സിലാവണ കഥയിൽ എന്തൊക്കെ ഉണ്ട്, ചിത്രകഥ കിട്ടാനല്ലേ എന്തൊക്കെ കാര്യങ്ങളൊന്നുണ്ട്. ഇവിടെ ഇല്ലായൊന്നുമില്ല കേട്ടോ. അത് മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ അധികം ഇവിടെ പുരാണങ്ങളും ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കതിനെ പറ്റിയൊന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കൊടുത്ത് ലേശായിട്ട് കുറേശ്ശെ ഒരു ശ്ലോകമെങ്കിലും വായിക്കുക. ഗീതയിലത്തെ ഒരു ശ്ലോകം രാവിലെ അത് വായിച്ചിട്ട് ചായ തരുള്ളൂ. അങ്ങനെ വാശി പിടിക്കണമെന്നല്ല, അങ്ങനെ ആക്കിയാലോ നമുക്ക് അല്ലേ. ഒരു ശ്ലോകമെങ്കിലും വായിക്കല്ലേ കൂട്ടാ, അമ്മയും കൂടാ. അമ്മയ്ക്ക് സീഡ് കാണണ്ടേ? അതാ പ്രശ്നം. ഇത് ഒരുമിച്ചൊന്ന് നോക്കി നോക്കൂ, ഒന്ന് ശ്രമിച്ചു നോക്കൂ. അതില്ലാത്തത് തന്നെയാണ് വലിയ പ്രശ്നം. ഒരുമിച്ച് നാമം ജപിക്കൽ പോയിട്ട് ഒരുമിച്ച് ഊണ് കഴിക്കുന്ന സ്ഥലമില്ല. ബാക്കി പിന്നല്ലേ നാമജപം. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതെ ഇല്ല. അത് ഭക്ഷണം ആയിക്കഴിഞ്ഞാൽ അതിർത്ത് കൊണ്ടുപോകും. കുട്ടി അതിർത്ത ടി വിൻ്റെ മുന്നിലേക്ക് രംഗപൂജ അതുമായിട്ട് അങ്ങോട്ട് പോകും. അവിടെ ഇരുന്നിട്ട് അത് കഴിക്കുക. അച്ഛൻ എവിടെന്നെങ്കിലും വരുന്ന വഴിക്ക് എന്തെങ്കിലും പുറക്കി തന്നു പോരും. ബാക്കി ഉണ്ടെങ്കിൽ അമ്മ കഴിക്കും. ഇവരൊന്നും പരസ്പരം കാണണമെന്നില്ല. ഒരു വീട്ടിലാണ് അമ്മ 113, അച്ഛൻ 114, കുട്ടി 115. മറ്റത് ഊണ് കഴിക്കുമ്പോഴേക്കൊന്നും കാണായിരുന്നു. ഇതിപ്പോൾ അതുമില്ല. അങ്ങനെ പോകണു. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ പണം ഉണ്ടാക്കണ യന്ത്രമായിട്ട് അങ്ങനെ കഴിയണം. അതൊക്കെ ഒന്ന് മാറണം എന്നർത്ഥം. അതിനാണ് ഇപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞത്. അമ്മ മകൻ എന്നുള്ള ബന്ധം സംസ്കാരത്തിന് കൊടുക്കുകയാണ്. മുലപ്പാൽ കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ സംസ്കാരം കൂടി കൊടുക്കുകയാണ്. അല്ലാണ്ട് കൊടയും ബാഗും വാങ്ങിക്കൊടുത്താൽ അച്ഛനും അമ്മയൊന്നും ആവില്ല. സംസ്കാരത്തിൻ്റെ സ്വർണ്ണ താക്കോല് കൊടുക്കണം. അത് നഷ്ടപ്പെടില്ല. കാശ് കൊടുത്താൽ നഷ്ടപ്പെടും. സമ്പത്ത് കൊടുത്തു നോക്കും. കൊടുക്കണ്ടാവെന്ന് പറയണില്ല കേട്ടോ. അത് കൊടുത്താൽ ഒക്കെ ആയെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് കൊടുത്തു വെച്ചിട്ട് സ്നേഹമൊന്നും ഉണ്ടാവില്ല. അത് നഷ്ടപ്പെടും, ദൂർത്തടിക്കും, ഇല്ലാണ്ടിയാക്കും. അവർക്ക് ധനം സമ്പാദിക്കാനുള്ള വകുപ്പ്, ആ ഒരു പ്രാപ്തി ഉണ്ടായി കൊടുത്താൽ മതി. അവിടെയുള്ള കാശ് മുഴുവൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അധികം ഇപ്പം കുട്ടികൾ എന്താ ചെയ്യണമെന്ന് അറിയും. നിങ്ങൾ വിചാരിക്കും ഈ പ്രായത്തിൽ ഇയാൾക്ക് ഇതിപ്പോൾ നമ്മൾക്ക് പ്രായമുള്ളവരായിട്ടാണ് കൂടുതലും ബന്ധം. അതുകൊണ്ടാണ് അവർ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വിളിച്ച് പറയും, അച്ഛാ അമ്മ അവിടുത്തെ സ്ഥലം അങ്ങോട്ട് വിറ്റിട്ട് ആ കാശ് ഇങ്ങോട്ട് അയച്ചയക്കും. ഞങ്ങൾ നീ അങ്ങോട്ടൊന്നും വരാൻ നിൽക്കണില്ല. ഇവിടെ 10-30 ഏക്കറൊക്കെ ഉണ്ടെങ്കിലും അവർക്കത് വിഷയമല്ല. കാരണം അതൊക്കെ വിറ്റാൽ കിട്ടുന്നത് അവർക്കൊരു മാസം കൊണ്ട് അവിടെ ഉണ്ടാക്കാനാണ്. അച്ഛൻ ഇവിടെ 30 കൊല്ലമായിട്ട് ഉണ്ടാക്കിയത് അവിടെ അവർക്ക് ഒരു 2 മാസം കൊണ്ട് തന്നെ ഉണ്ടാക്കാം. പിന്നെ അപ്പോൾ അതും കിട്ടു വരണം. അത്രയേ ഉള്ളൂ. അതാണ് അതിലത്തെ വിഷയം. അതുകൊണ്ട് കൊടുക്കേണ്ടത് എന്താണ്? സംസ്കാരം. അത് വളരെ പ്രധാനമാണെന്ന് കാണിക്കുകയാണ്. നമുക്കതൊന്നും ആ കാലത്ത് തോന്നില്ലേ. കുറേ കഴിയുമ്പോൾ ഒക്കെ വേണ്ടതായിരുന്നു എന്ന് പറയുക ചെയ്യുക. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ വന്ന് കേൾക്കണം, കുട്ടികൾ വന്ന് കേൾക്കണം എന്നൊക്കെ പറയാൻ കാരണം അതിന് പറയാണ്. അവരാണ് ഇനി പ്രതിസന്ധികളും പ്രയാസങ്ങളിലൂടെയൊക്കെ നടന്നു പോകേണ്ടത്. അതുകൊണ്ട് കുറച്ചധികം ശ്രദ്ധിക്കേണ്ടത് അവരായതുകൊണ്ട് പറയണമെന്ന് മാത്രം. ഏതായാലും ധ്രുവൻ്റെ കഥ അവിടെ വിസ്തരിച്ചു. ഇത് നാരദ മഹർഷി ഈ പ്രജേതസ്സുകളുടെ സത്രത്തിൽ വെച്ച് പാടി എന്ന് പറഞ്ഞ സമയത്താണ് ആരാണ് പ്രജേതസ്സുകൾ എന്ന് ചോദിച്ചു. ഉത്തരം പറയാൻ എളുപ്പമാണ്. പ്രജേതസ്സുകൾ ആരാ ചോദിച്ചാൽ പ്രാചീന ബർഹിസൻ്റെ മക്കളാണ് പറയുക വേണ്ടു. പക്ഷേ പഴയ ഋഷിമാരുടെ രീതി അങ്ങനെയല്ല. ഒരു ചോദ്യം ചോദിച്ചാൽ പിന്നെ അവർ വിസ്തരിക്കും. കാരണം ഇനിയൊരു ചോദ്യം ചോദിക്കരുത്. ആ ഭാഗത്തിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കും. നമ്മളൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയും. ചോദിച്ച ആൾക്ക് പിന്നെ ഇനിയിപ്പോൾ അയാളെ വിഷമിപ്പിക്കേണ്ട, ഒന്നും മനസ്സിലായിട്ടുമില്ല. അതാണ് മനസ്സിലാവുന്ന ഭാഗത്തിൽ പറയില്ല. പണ്ടുള്ളവരങ്ങനെയല്ലല്ലോ. സംശയം അങ്ങോട്ട് തീർക്കാൻ ഭാഗത്തിന് അങ്ങോട്ട് വിസ്തരിക്കുകയാണ്. അതാണ് ആ വംശം അങ്ങനെ വർണ്ണിച്ചു വരുന്നത്. ധ്രുവൻ്റെ വംശം വർണ്ണിച്ചു വന്നു. അതിൽ അങ്കന്ന് വരായിട്ടൊരു രാജാവ്. ആ രാജാവ് കല്യാണം കഴിച്ച് സുനീതയെ മക്കളൊന്നും ഇല്ലാണ്ട് അങ്ങനെ വിഷമിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം യാഗമൊക്കെ ചെയ്തു. അങ്ങനെ പായസം കെട്ടി ആ പായസം ഭാര്യയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോകുക. പക്ഷേ പോണ വഴിക്ക് ഇയാൾക്ക് അതൊന്ന് വാസനിക്കാൻ തോന്നി. ഒരാവശ്യമില്ല. അവൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അവൾ വാസനിച്ചോളും. അദ്ദേഹം പോണ വഴിക്കുമല്ലേ നെയ് പായസമാണല്ലോ, എന്തിനാ വെറുതെ അതിൽ ആഗ്രഹം വെക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ആ ചെയ്തതൊരു മോശം തന്നെയാണ്. അങ്ങനെ ഉച്ചിഷ്ടായി. താൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ് കൊടുത്തത്. അപ്പം ചിലർ ചോദിക്കും ഉച്ചിഷ്ടാകാൻ എങ്ങനെയാണ്, അയാൾ കഴിച്ചില്ലല്ലോ. കഴിക്കുക പറഞ്ഞാൽ മൂക്കൊണ്ട് കഴിച്ചില്ലേ? അത് കഴിക്കൽ തന്നെയാണ്. നമുക്ക് നാവുകൊണ്ട് കഴിക്കണമെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അല്ല, മൂക്കൊണ്ട് കഴിക്കാം, കണ്ണുകൊണ്ട് കഴിക്കാം, ചെവി കൊണ്ട് കഴിക്കാം. അപ്പോൾ ഭാഗവതം നമ്മൾ ചെവി കൊണ്ട് കഴിക്കുക അല്ലേ?
കഴിക്കണേയാണ്. വിപദ ഭാഗവതം എന്നല്ലേ പറയണത്, അത് കുടിക്കുകയാണ്. അപ്പോൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ആഹാരം എന്ന് പറഞ്ഞാൽ ചെവിയുടെ ആഹാരമാണ് ശബ്ദം, മൂക്കിൻ്റെ ആഹാരമാണ് ഗന്ധം. അത് മൂക്കുകൊണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഭഗവാന് കൊടുക്കേണ്ടത് നമ്മൾ കാണില്ല. നിവേദ്യം എന്ന് പറയാറില്ലേ ശാന്തിക്കാരൻ? നിവേദ്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ കാരണം ദേഷ്യം കൊണ്ടൊന്നല്ല. ചിലർ എന്താ നമ്പൂരിക്ക് ഇത്ര ദേഷ്യം നമ്മളോട്? ഇവരോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. കാരണം അങ്ങനെ അറിവില്ലാത്തവരാണെങ്കിൽ ചിലപ്പം ഈ പായസം കണ്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? അവർ കഴിച്ചു കാരണം അവർക്കത് അറിയില്ലല്ലോ. ആ ഗന്ധം അങ്ങോട്ട് വരണ്ട, അതിലേക്കൊരു മോഹം തോന്നണ്ട എന്ന് കരുതിയിട്ടാണ് എന്ത് ആ സമയത്ത് അടയ്ക്കുന്നതും നിവേദ്യം എന്ന് വിളിച്ച് പറഞ്ഞ് കൊണ്ടുപോകുന്നതും. അത് കഴിഞ്ഞ് കഴിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ കുഴപ്പമില്ല, തടയൊന്നുമില്ല. നോക്കിക്കോളൂ, ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ്, കണ്ടോളൂ, എടുത്തോളൂ, കുഴപ്പമില്ല, അത് പ്രസാദമാണ്. നമ്മുടെ അച്ചിൽ ഭഗവാന് കൊടുക്കുന്നത് ശരിയല്ല, ഭഗവാന്റെ അച്ചിൽ നമുക്ക് കഴിക്കാം. ഇതാണ് അതിൻ്റെ കാര്യം. എന്തായാലും ഇദ്ദേഹം കഴിച്ചതിൻ്റെ ബാക്കി കൊടുത്തു. ഉണ്ടായ മകൻ അത്ര നല്ല സ്വഭാവമല്ലായിരുന്നു. മകനൊക്കെ ഉണ്ടായി. പേര് പോലെ തന്നെ വേനൽക്കാലം എന്നൊക്കെ പറയണില്ലേ, ഇയാളുടെ കാലം പോലുള്ള കാലമായതുകൊണ്ട് അത്രേ. ചെറിയ കുട്ടിയാകുമ്പോഴേ ഉപദ്രവം തുടങ്ങിയിട്ടുണ്ട്. മുട്ടുകുത്തി നടക്കുമ്പോൾ തന്നെ ജന്തുക്കളെ കടിച്ചു കൊല്ലും. ചെറിയ ജന്തുക്കളൊക്കെ അവിടെ ആ വാസന ഉള്ളിലുള്ള ആ ഒരു രജോ ഗുണം. അപ്പം വലിയ ആൾക്കാരെ കൊല്ലാൻ മോഹമില്ലായിട്ടല്ല, അതല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ജന്തുക്കളെയൊക്കെ കൊല്ലുന്നു. കുറച്ചങ്ങോട്ട് വലുതായി പ്രായമുള്ളവരൊക്കെ കണ്ണു കാണാത്തവരൊക്കെ വഴി കാണിച്ചു തരാം അമ്മാവ മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി പൊട്ടക്കണ്ടിൽ ഉന്തിട്ട് കൈ കൊട്ടിച്ചിരിക്കുക. ഒരു സൈക്കോ. നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ കഥ സുനീതിയുടെ മകൻ്റെ കഥയാണ്. ഇപ്പോൾ സുനീതയുടെ മകൻ്റെ കഥ പറയുകയാണ്. വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ലേ അച്ഛനും അമ്മയും ആ മക്കൾക്കുണ്ടായ അപകടം അത് പറഞ്ഞിരിക്കുകയാണ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞു. 10-18 വയസ്സായി മകന്. സ്ത്രീകൾക്കൊന്നും ആ വഴിക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥ. രാജാവിൻ്റെ മകനാ. ആദ്യമൊക്കെ ജനങ്ങൾ മിണ്ടാണ്ടിരുന്നു. പിന്നെ അങ്ങോട്ട് വന്ന് പരാതി പറയാൻ തുടങ്ങി അംഗരാജാവിനോട്. അംഗരാജാവിന് എന്ത് ചെയ്യാൻ പറ്റും? വലിയൊരു ഉണ്ണിയല്ലേ. ഉപദേശിച്ച് നോക്കാം എന്ന് കരുതി അടുത്ത് വിളിച്ചു. നോക്കൂ ഉണ്ണി എടുക്കുക, ഒന്നും ഇങ്ങോട്ട് വരും. ഇത് നേരത്തെ ഏതെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഈ പ്രായമായിട്ട് ഇനി ഉപദേശിച്ചാൽ കേൾക്കും തോന്നുന്നുണ്ട്. അടുത്തേക്ക് വിളിച്ചു. ഉപദേശിക്കാൻ പുറപ്പെട്ടപ്പോഴേക്കും അമ്മ വിലങ്ങു നിന്നു. ഈ പ്രായത്തിലെ കുട്ടികൾ അങ്ങനെ തന്നെയാണ്, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ശരി വിട്ടു. വീണ്ടും ഇവൻ പല വൃത്തികേടും കാണിച്ചു. നാം ഉപദേശിക്കണം എന്ന് കരുതി അച്ഛൻ ഉപദേശിക്കാൻ പുറപ്പെടുമ്പം 2 അടി അങ്ങോട്ട് കൊടുക്കണമെന്ന് വിചാരിച്ച് അച്ഛൻ വിളിച്ച സമയത്ത് വീണ്ടും അമ്മ ഇടപെട്ടു. അത് വലിയ വിഷമമാണ്. രണ്ടുപേരും ഒരുമിച്ച് കുട്ടികളെ നന്നാക്കാൻ നോക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അച്ഛൻ ചീത്ത പറയുമ്പോൾ അമ്മയും കൂടിയും കൂടെ നിന്നിട്ട് എന്ത് ചെയ്യണം? വേണ്ടതുപോലെ നല്ലത് പറഞ്ഞ് കുട്ടികളെ മനസ്സിലാക്കി തന്നെയാണ് വേണ്ടത്. അതല്ലാതെ കുട്ടിയെ വിളിച്ചുകൊണ്ടുകൊണ്ട് നിൻ്റെ അച്ഛനെ ഒന്നിനെ കൊള്ളാത്തവൻ അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. ആ അച്ഛൻ നല്ല ഉദ്ദേശത്തിലാണ് പറയണതെങ്കിൽ ഒപ്പം നിൽക്കുക വേണ്ടത്. നീ ചെയ്ത് ശരിയായോ? അച്ഛൻ വെറുതെയാണോ പറഞ്ഞത്? നിൻ്റെ ഭാഗത്തിൽ തെറ്റ് എന്ന് അച്ഛനെ കഠിനമായ ഭാഷ കാണിച്ചാൽ ഒന്ന് ലളിതമായ ഭാഷയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് വേണ്ടത്. അല്ലാണ്ട് കുറ്റം പറഞ്ഞു കൊടുക്കില്ല. ഇവിടെ അമ്മ വിലങ്ങു വന്നു. 2 പ്രാവശ്യം ഇതിപ്പോൾ ആവർത്തിക്കുന്നു. പിന്നെ ഒരിക്കൽ അംഗരാജാവ് ആലോചിച്ചു, താനിപ്പം അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കൂ. താൻ വലിയ രാജാവാണ്, നാട്ടിലുള്ളവർക്കൊക്കെ വലിയ വില ഉണ്ട്. വീട്ടിൽ റേഷൻ കാർഡിൽ മാത്രം ഗൃഹനാഥൻ. ഇപ്പം അതും മാറ്റി. അവിടെയെങ്കിലും ഉണ്ടായിരുന്നു. ഒരു സ്വാതന്ത്ര്യമില്ല തനിക്ക്. ഇവിടെ ഒന്നുമില്ല ചെയ്യാൻ. ഒന്നെങ്കിൽ ഭാര്യ നന്നായിച്ചാൽ ഒന്നുമില്ല വിഷമം അവളോട് പറയരുത്. ഇത് ഭാര്യയും മകനും പറഞ്ഞാൽ കേൾക്കണില്ലെങ്കിൽ പിന്നെ എന്തിനീ കൊട്ടാരത്തിൽ ഇങ്ങനെ വിങ്ങി കഴിയണം? നാട് വിട്ട് അങ്ങോട്ട് പോയാലോ കരുതി അദ്ദേഹം രാജ്യം ഒഴിവാക്കി അങ്ങോട്ട് പോയി. ആരോടും പറഞ്ഞതുമില്ല. രാവിലെ നോക്കിയപ്പോൾ രാജാവിനെ കാണില്ല. അദ്ദേഹം കാട്ടിൽ പോയി. ഇതാണ് സൗകര്യം തോന്നി. അദ്ദേഹം ഒക്കെ വിട്ടുപോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പറ്റിച്ചാൽ മനസ്സിൽ ഭാര്യയും മകനും ഇല്ലായിരുന്നു. കാരണം അവർ രണ്ടുപേരും അദ്ദേഹത്തെ ദ്രോഹിക്കുകയുണ്ടായില്ലേ. പലതരത്തിലും ഒട്ടും സ്നേഹമില്ലൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കാട്ടിൽ പോയപ്പോഴും എന്തില്ല, നമുക്ക് സ്നേഹം കിട്ടില്ലെങ്കിൽ അവരെ നമുക്ക് ഓർക്കുമോ? സ്നേഹമുള്ളതുകൊണ്ടല്ല നമുക്ക് സപ്താഹത്തിൽ വന്നിരിക്കുമ്പോഴും ഭാര്യ പാവം. ആ സ്നേഹമുള്ളതുകൊണ്ടാണ്. സ്നേഹമില്ലെങ്കിൽ അതിനൊന്നും ഓർക്കില്ല. മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ഓർക്കണതേ, ഇല്ലെങ്കിൽ സ്നേഹം ഇല്ലെങ്കിൽ ഓർക്കില്ല. ഇത് മകനും ഭാര്യയും പറഞ്ഞാൽ കേൾക്കാത്തതായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ചിന്ത ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കാൻ സാധിച്ചു. അദ്ദേഹം പറയാണ്, സത്യം പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യയും മകനും ഉണ്ടായത് നന്നായതാ. എത്രയോ വേദാന്ത ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് തനിക്ക് വിരക്തി വന്നില്ല. പക്ഷേ പറഞ്ഞാൽ കേൾക്കാത്ത മകനും ഭാര്യ ഉണ്ടായപ്പോഴേക്കും പെട്ടെന്ന് തന്നെ വിരക്തി വന്നു. ആ വലിയ സമ്പത്തുള്ള കൊട്ടാരം ഒഴിവാക്കാൻ തോന്നിയില്ലേ? ഇല്ലേ? അതൊക്കെ തുച്ഛമാണെന്ന് അങ്ങനെ തോന്നിയില്ലേ? എന്താ കാരണം? ഭാഗവതം വായിച്ചിട്ടോ? അതൊന്നും വായിച്ചിട്ടൊന്നുമില്ല. ആ ഭാര്യ പറഞ്ഞാൽ കേൾക്കാണ്ട് ഈ മക്കളും അങ്ങനെ തന്നെ ആയപ്പം പെട്ടെന്ന് വിരക്തി വന്നു. അതുകൊണ്ട് അദ്ദേഹം
മുക്തനാവണതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം ഒരു ശ്ലോകം എഴുതി തൻ്റെ നാട്ടിലേക്ക് അയച്ചു. അവിടെ ഉള്ളവർക്ക് ഇനി നേരെയാവണമെന്ന് മോഹമുണ്ട്, ഇത് വായിച്ച് പഠിച്ച് നേരെയായിക്കോട്ടെ കരുതിയിട്ട്. ആ ശ്ലോകം എന്താ വെച്ചാൽ, കഥപത്യം വരം മന്യേ സതപത്യാത്. നല്ല ഭാര്യയേക്കാൾ നല്ലത് പറഞ്ഞാക്കത്ത ഭാര്യ ഉണ്ടാവണത് തന്നെയാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കൂ, പറഞ്ഞാക്കത്ത ഭാര്യയും കുട്ടി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. നോക്കണേ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വിദഗ്ധി വരും എന്ന് പറഞ്ഞ അദ്ദേഹം അയാളുടെ അനുഭവം എഴുതി വെച്ചു. ഇത് കരുതി നാളെ മുതൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നു വേണ്ട. പറഞ്ഞതിൻ്റെ താല്പര്യം എല്ലാവർക്കും ജീവിതത്തിൽ അങ്ങനെ അനുകൂലമായ ഭാര്യ ആയിക്കോളന്നില്ല, ഭർത്താവ് ആയിക്കോളന്നില്ല, കുട്ടി ആയിക്കോളന്നില്ല. അതാ പറയുന്നത്. ഇനി അത് വിചാരിച്ച് നശിക്കാൻ പോകണ്ട. എൻ്റെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ലോകത്ത് ഇങ്ങനെയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. വെറുതെ അതും ഇതും പറഞ്ഞ് വെറുതെ ദുഃഖിക്കാൻ പോകണ്ട. അങ്ങനെയാണെങ്കിൽ എന്ത് വിചാരിച്ചോളൂ, എന്നെ നേരെയാക്കാൻ വേണ്ടി ഭഗവാൻ എനിക്ക് അങ്ങനെ തന്നതാ എന്ന് കണക്കാക്കി നമ്മൾ ഭഗവാനിലേക്ക് തിരിയാവൂ. അതല്ലാണ്ട് വേണ്ടാത്ത വഴിക്ക് പുറപ്പെട്ട് ദുഃഖിക്കാൻ നിൽക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. അതാ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇപ്പം രാജാവില്ലല്ലോ, വലിയ ബുദ്ധിമുട്ടായില്ലേ? വേനന് 10-18 വയസ്സായില്ലേ? ഇത് വേനനെ പിടിച്ച് രാജാവാക്കി ഋഷിമാരും. കള്ളനാണെന്നറിയാം, എന്നാലും എന്തെങ്കിലും അധികാരം കൊടുത്താൽ നേരെ പോയിരിക്കുന്നു കരുതി. പക്ഷെ അധികാരം കിട്ടിയപ്പോഴേക്കും കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും. എന്നെ യഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാ ക്വചിത്. ഇവിടെ ബ്രാഹ്മണർ ഒരിക്കലും യാഗം ചെയ്യരുത്, യജ്ഞം ചെയ്യരുത്, പൂജിക്കരുത്, നാമം ജപിക്കരുത്. ഇങ്ങനെ അങ്ങോട്ട് അദ്ദേഹം എല്ലാ ദിക്കിലും എഴുതി ഒട്ടിച്ചു. നാരായണ നാമ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. എല്ലാ ദിക്കിലും നാമം ജപിക്കാൻ പാടില്ല, യാഗം ചെയ്യാൻ പാടില്ല, യജ്ഞം ചെയ്യാൻ പാടില്ല, അമ്പലം പൊളിക്കണം, എന്നിട്ട് കപ്പ നടണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മൊത്തം ആരും കുറി തുടരുത് എന്നാണ്. അങ്ങനെയാണ് നമ്മൾക്കൊക്കെ തിണ്ടിയേണ്ടത്. എല്ലാവരും തെറ്റിങ്ങനെ മൈതാനം പോലെയാണ്. അതൊക്കെ ഒരു മോശമായിട്ടൊക്കെ തോന്നും. ചിലരൊക്കെ വലിയ കുറി തൊടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ അങ്ങനെ ഭസ്മം തൊട്ട് ഇങ്ങനെയൊക്കെ തുന്തൂരൊക്കെ തൊട്ട് ഒരു 8:00 പോയി ഇൻസൈഡാക്കി അങ്ങനെ ഒരു ആവിര കാണണമായിരുന്നു. തെച്ചി പൂത്ത പോലെ ഇവിടെ ഇയാളെ തലയിലാണ് തോന്നും. അത് പോയി. എന്നാൽ അതൊക്കെ മറ്റുള്ളവരെ കണ്ട് പഠിക്കണം എന്ന് പറയുകയാണ്. ഒരു പ്രശ്നവുമില്ല. അവർക്ക് അവരുടെ ആ ഒരു സംസ്കാരത്തോടുള്ള അഭിമാനം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പോട്ടെ. ഏതായാലും അങ്ങനെ അദ്ദേഹം പോയപ്പം ഇദ്ദേഹത്തെ പിടിച്ച് രാജാവാക്കി. വേനൻ മുഴുവൻ ഒരു സംസ്കാരമില്ലാത്ത വ്യക്തി, നാമം ജപിക്കാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ ഒരു സ്വഭാവം. ഋഷിമാർക്ക് വിഷമം തോന്നി, നമ്മളല്ല ഇയാളെ പിടിച്ച് രാജാവാക്കിയത്, ഇപ്പോൾ പ്രജകളുടെ കാര്യം കഷ്ടമായില്ല, അതുകൊണ്ട് ഒന്ന് ഉപദേശിച്ചാലോ. അച്ഛൻ നോക്കിയിട്ട് നേരെയായില്ല. ഇവരൊന്ന് ഉപദേശിക്കാൻ വന്നു, വേന ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിൻ്റെ അച്ഛൻ ധർമ്മിഷ്ഠനായിരുന്നല്ലോ, ആ അച്ഛൻ ഇങ്ങനെ ഒരു മകൻ എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്, ഇവിടെ ഈശ്വരനെ സേവിക്കാനാണ് വേണ്ടത്, നീ അതിനെതിരെ പറയരുത് എന്ന് പറഞ്ഞ സമയത്ത് ആ വേനൻ ചോദിച്ചു, ബാലിശാപതയൂയം വാ. അല്ലയോ ഋഷിമാരെ, നിങ്ങളെ കണ്ട സമയത്ത് ഞാൻ കരുതി അത്യാവശ്യം വിവരമൊക്കെ ഉണ്ടാവുന്ന, ആ താടി, നീണ്ട താടിയൊക്കെ കണ്ടപ്പോൾ കുറച്ചൊരു വിവരം ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇപ്പം എനിക്ക് മനസ്സിലായി, ബാലിശ, ചൈൽഡിഷ്, നിങ്ങൾക്ക് ആ വിവരമില്ലാത്തത്. എന്തിനാ ഭഗവാനെ ഭജിക്കുന്നത്? ഇവർക്ക് ഈ കാണുന്ന പ്രജകൾക്കൊക്കെ വേണ്ടുന്ന സമയത്ത് ഞാനാ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ദൈവം ആരാ ദൈവം? ഞാനാ ദൈവം. അവർക്ക് പൂജിക്കണമെങ്കിൽ എൻ്റെ ഫോട്ടോ വെച്ച് പൂജിക്കേണ്ടെന്ന് ആരാ പറഞ്ഞത്? വേനായ നമാ ജപിക്കാലോ, വേനൻ്റെ വിഗ്രഹം ഉണ്ടാക്കി പൂജിക്കാൻ, അത് കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ ആവാം. വേനൻ്റെ വിഗ്രഹം വെച്ച് പൂജിക്കണം കുഴപ്പമില്ല. ഭഗവാന്റെ വിഗ്രഹം വെക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. വേനനെ സ്തുതിച്ചൊക്കെ പാടാം, അത് കുഴപ്പമൊന്നുമില്ല. ഭഗവാനെ സ്തുതിക്കുന്നതിലേ കുഴപ്പമുള്ളൂ. ബാലിശാപതയൂയം വാ, അതങ്ങോട്ട് കേട്ടു. എന്തായാലും ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഭഗവാനെ പൂജിക്കാൻ സമ്മതിക്കില്ല എന്നങ്ങോട്ട് വേനം പറഞ്ഞ സമയത്ത് ഋഷിമാർക്ക് തോന്നി കഷ്ടം. അവരാ മട്ടിൽ ഹും എന്നൊരു ശബ്ദം ഉണ്ടാക്കിയതാണ്. ഇവൻ ഇങ്ങനെയൊക്കെ അങ്ങനെ പറയാൻ സാധിക്കുന്നത് ആ ഭഗവാൻ ഉള്ളിലുള്ളതുകൊണ്ടല്ലേ എന്നുള്ള മട്ടിൽ ഹും എന്നൊരു ശബ്ദം അങ്ങോട്ട് ഉണ്ടാക്കിയപ്പോഴേക്ക് കസേരയോട് കൂടി ഇയാൾ പിന്നോട്ടങ്ങോട്ട് പോകുന്നു. കഴിഞ്ഞു. ഒന്നും ആയുധമൊന്നും വേണ്ടി വന്നില്ല. അത്രയ്ക്കേ ഉള്ളൂ എന്നർത്ഥം. ഋഷിമാരുടെ അഹങ്കാരത്തിനെ കഴിഞ്ഞു. അവർ പിന്നെ അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല, കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല. അവരെ വേദനിപ്പിച്ചപ്പോഴും അവർ സഹിച്ചു. ഭഗവാനെ നിന്ദിക്കുന്നത് കണ്ടപ്പോഴേ അച്യുതനിന്ദയാ ഹതം, ഭഗവാനെ നിന്ദിക്കാൻ മാത്രം അയ്യോ എന്നുള്ള മട്ടിൽ അവർ സങ്കടത്തോടു കൂടി ഹും അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും വേനൻ പാറ്റ തീയിൽ വീണതുപോലെ എരിഞ്ഞങ്ങോട്ട് പോയി. അവിടെ ഉണ്ട്, ശവം അവിടെ തന്നെ ഉണ്ട്. അമ്മയ്ക്ക് ഈ മകനോടുള്ള മമത കലശല. അമ്മ ഈ ശവം കൊണ്ടുപോയിട്ട് എണ്ണത്തോണിയിലിട്ട് സൂക്ഷിക്കുകയാണ്. മകനോടുള്ള സ്നേഹം. ഇപ്പം രാജാവില്ലാത്ത പ്രശ്നം വീണ്ടും വന്നു. നേരത്തെ കള്ളനാണെങ്കിൽ ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ രാജാവായിട്ട്. അപ്പോൾ ബാക്കി കള്ളന്മാരൊക്കെ ഒന്ന് ഒതുങ്ങിയിരുന്നു. ഇപ്പം എന്ത് പറ്റിച്ചാൽ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടുമാരായി മാറി. കള്ളന്മാരെ കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു. ഋഷിമാർ വീണ്ടും പ്രയാസം. എന്താ ഇപ്പം ചെയ്യുക? അവരന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇയാൾ ശവം ഇപ്പോഴും ദഹിപ്പിച്ചില്ല. വേനൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്തു? പിന്നെ അവരവരുടെ മാജിക്, അവരെ സിദ്ധന്മാരല്ലേ,
അവരടുത്തേക്ക് വന്നു, സുനീതേ ആ വേരനെ അങ്ങോട്ട് എടുക്കൂ എന്ന് പറഞ്ഞു. ആ വേരൻ്റെ ഉള്ള ചിത്തത്വം മുഴുവൻ അവരങ്ങോട്ട് കടഞ്ഞെടുത്തു, കാലിലൂടെ അങ്ങോട്ട് കളഞ്ഞെടുത്ത് കളഞ്ഞു, കാട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ ചീത്തത്വം കാട്ടാളത്തം മുഴുവൻ അങ്ങോട്ട് എടുത്ത് കാട്ടിലേക്ക് കളഞ്ഞ് അവർ ആ വലത്തെ കൈയെടുത്ത് വേദമന്ത്രം ജപിച്ച് അങ്ങോട്ട് കടയാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് വേനലിൽ നിന്ന് ആരുണ്ടായി? മിഥുനം സമപദ്യത. മിഥുനം എന്ന് പറഞ്ഞാൽ യുഗളം, ജോഡി എന്നാണ്. ദമ്പതികൾ, ഭാര്യയും ഭർത്താവും ആണ്. ഒരുമിച്ച് വരുമ്പം സഹോദരി സഹോദരനാണോ? അല്ല, ഇതങ്ങനെയല്ല. ഇത് ഭാര്യയും ഭർത്താവുമായിട്ട് വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും വന്നു. വിഷ്ണു ഭഗവാൻ ഇപ്പം ഇവിടെ പേര് പൃഥു എന്നാണ്, ലക്ഷ്മി ദേവിയുടെ പേര് അർച്ചിസ്. അങ്ങനെ വിഷ്ണുവിൻ്റെ ലക്ഷ്മിയുടെ അവതാരം തന്നെയാണ് പൃഥുവും അർച്ചിസും. എവിടുന്നേ വന്നു? അതാണ് അത്ഭുതം. ഈ ദുഷ്ടനായ വേനൻ്റെ ഉള്ളിൽ നിന്ന് ആര് വന്നു? ഭഗവാൻ പ്രകടമായി. ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? ഈശ്വരീയത ഉണ്ട്. പക്ഷെ പ്രകടമാവാത്തത് മറ്റേ കാട്ടാളത്ത് അങ്ങനെ നിൽക്കണോണ്ടാ. അയാളങ്ങോട്ട് കടഞ്ഞെടുത്തങ്ങോട്ട് കളഞ്ഞാൽ ആര് പ്രകടാവും? നമ്മളിലും രണ്ടും ഉണ്ട്, ദൈവീ സമ്പത്തും ഉണ്ട്, ആസുരി സമ്പത്തും ഉണ്ട്, ഇല്ലേ? നമ്മളുള്ളിൽ അസുരനും ദേവനും ഇല്ലേ? ഇല്ലേ? എന്ത് സമ്മതിക്കാൻ വേണ്ടി? ഇല്ലേ? ഉണ്ട്. എൻ്റെ കാര്യമുണ്ട് കേട്ടോ, ഇല്ല ഒന്നും പറയണ്ടില്ല. ഒരു വൈകുന്നേരം 6:30 വരെ ദേവൻ ഇങ്ങനെ പ്രകാശിക്കും. അത് കഴിഞ്ഞാൽ പുസ്തകം അടച്ചു വെച്ചാൽ അസുരനും പ്രകാശിക്കും. ഇല്ല ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ നല്ലതല്ല നിശ്ചയുണ്ട്. ആ അസുരൻ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായാൽ ആ ദൈവികത പൂർണ്ണമായി കണ്ട് പ്രകാശിക്കും. അപ്പോൾ ശാന്തി അനുഭവിക്കാം എന്നാണ്. അത്രയേ ഉള്ളൂ. അതിൻ്റെ വഴി ഉണ്ടായത്. ദുഷ്ടനായ വേനൻ്റെ ഉള്ളിൽ നല്ലതൊക്കെ ഉണ്ട്, പക്ഷേ പ്രകടമാവണില്ല. ഏത് കള്ളൻ്റെ ഉള്ളിൽ എന്തുണ്ട്? നന്മയൊക്കെ ഉണ്ട്, അത് പ്രകടമാവണില്ല എന്നേ ഉള്ളൂ. അതങ്ങോട്ട് എടുത്തങ്ങോട്ട് കളഞ്ഞപ്പം ആ ഈശ്വരീയത പ്രകാശിച്ചു. അതാണ് ഈ കഥയുടെ താല്പര്യം. പൃഥുവിനെയും അർച്ചസിനെയും കണ്ടു, ഭഗവാന്റെ അവതാരമാണെന്ന് മനസ്സിലാക്കി ഋഷിമാരൊക്കെ കേമായിട്ട് സ്തുതിച്ചു. പലരും പല സമ്മാനങ്ങളും കൊടുത്തു. അങ്ങനെ ഭൂമിദേവി പാതുകം കൊടുത്തു, മെതിയടി. അതിൻ്റെ പുറത്ത് കയറി നിന്ന് എവിടെ തുറന്ന് വിചാരിച്ചു അവിടെ എത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അത് ഭൂമിക്ക് തന്നെ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അവിടെ ഉള്ളവരൊക്കെ കേമായിട്ട് സ്തുതിച്ചു പൃഥുവിനെ. പൃഥു പറഞ്ഞു, എനിക്ക് സ്തുതി ഇഷ്ടമല്ല, നിർത്തുക. അവർ പറഞ്ഞു, ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ പറയണത്. അവർ വീണ്ടും സ്തുതിച്ചു. സ്തുതിക്കേണ്ട പറഞ്ഞ രാജാവിനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുക എന്ന് പറഞ്ഞു വീണ്ടും. പൃഥു പറഞ്ഞു, സ്തുതിക്കാൻ മോഹം ഉണ്ടെങ്കിൽ ഭഗവാനെ സ്തുതിക്കുക, അതല്ലാണ്ട് വിവരമുള്ളവരാരും സ്തുതി ആഗ്രഹിക്കാറില്ല. അതാണ് വിവേകികളുടെ ഗുണം. അവർ അങ്ങനെ മുഖസ്തുതി ഒന്നും അങ്ങനെ പുകഴ്ത്തി പറയണമെന്ന് അവർക്ക് വലിയ ഇഷ്ടമല്ല. എന്ത് അവനവൻ വേണ്ടി തനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ അങ്ങനെ ചിലക്കരങ്ങനെ സ്തുതിക്കുകയും ചെയ്യും. സപ്താഹ പറഞ്ഞതിൻ്റെ മുന്നേ അങ്ങനെ എടുത്തു പറയുകയൊക്കെ ചെയ്യും. കേരളം ലോകം മുഴുവൻ അറിയുന്ന ആചാര്യൻ എന്നിട്ട് പറഞ്ഞു നമ്മളോട് പേരെന്തായിരുന്നു? വെറുതെ ആവശ്യമില്ല, അയാൾക്കന്നെ നമ്മളെ പേര് ഇഷ്ടമില്ല. എന്നിട്ടാണ് ലോകം മുഴുവൻ. എന്തിനാ? ഒന്നും വേണ്ട, നമ്മളൊക്കെ കഴിവും പറയും. ഒന്നും തുടക്കമൊന്നും പറയണ്ട. 7 ദിവസം കഴിയുമ്പോഴേക്കും ആരാന്താന്നൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. അതിൻ്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, എന്താ കാര്യം? അപ്പോൾ സ്തുതിയൊന്നും വലിയ കഥയില്ല. പ്രത്യേകിച്ച് ഭരണാധികാരികൾ സ്തുതിക്കുന്നവരെ മാറ്റി നിർത്തണം. കാരണം ഇവർ തന്നെയാണ് എന്ത് ചെയ്യുക, ഭാവിയിൽ പണി തരും. മനസ്സിലാക്കണം. അതാണ് ഭരണാധികാരി എങ്ങനെയാണെന്ന് കാണിച്ചാലാണ് ഇപ്പോൾ ഈ കഥ തന്നെ. പൃഥ്വിരാജാവ് ആദ്യം തന്നെ പറഞ്ഞു, വേണ്ട സ്തുതിക്കേണ്ട, എന്തെങ്കിലും ചെയ്തിട്ട് സ്തുതിക്കച്ച പിന്നെയും കാര്യമുണ്ട്. ഞാനങ്ങോട്ട് വന്നിട്ടുള്ളൂ, എൻ്റെ മുന്നേ നിങ്ങൾ സ്തുതിക്കുന്നുണ്ടെങ്കിലേ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് മാറ്റി നിർത്തി. ആദ്യം ഇന്ന് കണ്ണിൽ ഉണ്ണിയാ പറയും, നാളെ കണ്ണിലെ കരടാന്ന് പറയും ഇവരെന്നെ. അപ്പം അതുകൊണ്ട് മാറ്റി നിർത്തുക. എന്താ പ്രജകൾക്ക് വിഷമമുള്ളത് വെച്ചാൽ പറഞ്ഞോളൂ, സങ്കടം മാറ്റി തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വിഷമമുണ്ട്. എന്താ വിഷമം? കഴിച്ചിട്ട് അത്ര കാലം നിശ്ചയമുണ്ടോ? ഭക്ഷണം കഴിച്ചിട്ട് ഉള്ളിൽ ജഠരാഗ്നി ദഹിക്കുകയാണ്. പുറമേ ആണെങ്കിൽ മഴ പെയ്യണില്ല, നല്ല ചൂട്. എന്ത് ചെയ്യും? പുറത്തും ചൂട്, അകത്തും ചൂട്. ഞങ്ങളുടെ അവസ്ഥ ആ കഷ്ടമാണ്. ഓ, ഭൂമിയൊന്നും തരണില്ലേ? ഭൂമിയുടെ നേരെ പുറപ്പെട്ട് എന്താ ഭൂമി നീ ഒന്നും കൊടുക്കാത്തത് ചോദിച്ചു. ഭൂമി അങ്ങോട്ട് ഗൗരവം സ്വീകരിച്ച് ഓടി. പിന്നാലെ ആരും പോയി? പൃഥുവും പോയി. എവിടെ പോയാലും ഭൂമിക്ക് രക്ഷപ്പെടാൻ പറ്റണില്ല. കാരണം എന്താ? ഭൂമിന് നേരത്തെ ചെരുപ്പ് കൊടുത്തിട്ട് പറഞ്ഞത് എവിടെ എത്തണം വിചാരിച്ചു അവിടെ എത്താൻ പറ്റുന്നു. ഇപ്പം എവിടെ പോയി വിളിച്ചാലും പിന്നാലെ ആരും പോകുന്നുണ്ട്. തൊട്ട് പിന്നിൽ ആരുണ്ടാവും? പൃഥു ഉണ്ടാവും. അവസാനം ഭൂമിക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം ഭൂമി പറഞ്ഞു, അതെ അങ്ങനെ വധിക്കാൻ പാടില്ല, ഞാൻ പശുവാണ്, പശു ഹത്യ പാടില്ല. പൃഥു പറഞ്ഞു, ഞാൻ പിന്നെ അങ്ങനെ നോക്കാറൊന്നുമില്ല. തെറ്റ് ചെയ്താൽ ഞാൻ പശുവാണോ കാളയാണോ നോക്കില്ല, മനുഷ്യനാണോ മൃഗമാണോ നോക്കില്ല, പുരുഷനാണോ സ്ത്രീയാണോ ഷണ്ടനാണോ നോക്കില്ല, ഞാൻ വധിക്കും. അതാണ് പ്രത്യേകത. രാമൻ പോലും താടകയെ വധിക്കണോ വേണ്ടതൊക്കെ ഒന്ന് ആലോചിച്ചിരുന്നതാണ്, സ്ത്രീയല്ലേ എന്നൊക്കെ. പൃഥുവിന് അങ്ങനെ സംശയമൊന്നുമില്ല. തെറ്റ് കണ്ടാൽ അത് മുഖം നോക്കാണ്ട് ശിക്ഷിക്കും. തൻ്റെ മകനാണെങ്കിലും ശിക്ഷിക്കും, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ശിക്ഷിക്കും. ഇങ്ങനെ വേണം ഭരണാധികാരികൾ. കേട്ടോ, നമ്മുടെ പാർട്ടി ആകുമ്പോൾ ഒന്നും കണ്ട് മാറ്റുക, നമ്മൾ ബന്ധുക്കളാകുമ്പോൾ വേണ്ട, അങ്ങനെയല്ല. ആരിൽ കണ്ടാലും മുഖം നോക്കാണ്ട് നടപടി എടുക്കണ്ടേ. പിന്നെ
പിന്നെ ഭൂമി അടവ് മാറ്റി. എല്ലാവരും ആശ്രയിക്കുക ഭഗവാനല്ലേ. ഭഗവാൻ നമ്മുടെ നേരെ പുറപ്പെട്ടാൽ ആരെ ആശ്രയിക്കും? പണ്ട് ആ ഹിരണ്യാക്ഷൻ എന്നെ ദ്രോഹിക്കാൻ വന്ന സമയത്ത് അങ്ങല്ലേ വരാഹായിട്ട് വന്ന് എന്നെ രക്ഷിച്ചത്. എന്നിട്ടിപ്പം അങ്ങ് മൃദുവായിട്ട് വന്ന് എന്നെ ദ്രോഹിക്കുക. ഭർത്താവ് തന്നെ തല്ലാൻ പുറപ്പെട്ടാൽ ഭാര്യ ആരടുത്തേക്കാണ് ഓടുക? മറ്റുള്ളവർ തല്ലാൻ വന്നാൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടാം, അവിടെ രക്ഷ ഉണ്ട് വിചാരിക്കുക. ഭർത്താവിനെ തല്ലാൻ പുറപ്പെട്ടാൽ ആരെ വിളിച്ച് കരയും? ശരി, ഒന്ന് പൃഥു തണുത്തു. എന്നാലും ഭൂമി നീ എന്താ എൻ്റെ പ്രജകൾക്കൊന്നും കൊടുക്കാത്തത്? അതിന് ഭൂമി പറയുന്ന ഉത്തരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ എന്നും പ്രസക്തമായിട്ടുള്ള വിഷയം. എത്രയോ മുന്നേ പുരാണത്തിൽ പറഞ്ഞ കാര്യത്തിൻ്റെ പ്രസക്തി നോക്കൂ. ഭൂമി പറയുകയാണ്, ഞാൻ കൊടുക്കാണ്ടിരിക്കുകയല്ല. ഈ പ്രകൃതിയുടെ സ്വഭാവം എന്താ വെച്ചാൽ കണ്ണാടി പോലെയാണ്. നമ്മളവിടെ കണ്ണുരുട്ടി ഒന്ന് അങ്ങോട്ടും കണ്ണുരുട്ടും, നമ്മൾ പുഞ്ചിരിച്ചെന്ന് അങ്ങോട്ടും പുഞ്ചിരിക്കും. പ്രകൃതിയോട് നമ്മളെങ്ങനെ പെരുമാറുന്നു അതുപോലെയാണ് പ്രകൃതി പെരുമാറുക. ഇവിടെ ഭൂമിയിലൊന്നും ഉണ്ടാവാത്തതിൻ്റെ കാരണം ഞാനല്ല, അങ്ങയുടെ അച്ഛൻ്റെ ദുർഭരണം കൊണ്ടാണ്. പ്രജകൾ ധർമ്മനുഷ്ഠിക്കുകയാണെങ്കിൽ ഞാൻ കാമധേനുവിനെ പോലെ സർവസ്വവും കൊടുക്കും. പ്രകൃതിയിലുള്ളവർ ധർമ്മമല്ല അനുഷ്ഠിക്കണതെങ്കിൽ വരണ്ടു പോകും. അതെൻ്റെ കുറ്റമല്ല. കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടല്ല, പറയണില്ല. അതാർക്കാ? അത് സന്യാസിമാർക്ക്, ഋഷിമാർക്ക്, അവർക്കാണ്. അവർക്കുള്ളത് പിന്നെ അവർ മെനക്കെടാതെ തന്നെ കൊടുത്തോളും. കാരണം അവർ വലിയ മെനക്കെടൽ നമ്മളെ സംബന്ധിച്ച് കാണുന്നില്ല എന്നേ ഉള്ളൂ. അവർ കണ്ണടച്ച് അവിടെ ഇരിക്കുകയല്ലേ ചോദിച്ചിട്ട് കാര്യമില്ല. ലോകത്തിന് നന്മ ചെയ്യേണ്ടത് അവർ തന്നെയാണ്. കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടല്ല, പറയണില്ല. പക്ഷേ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കാൻ കാരണം അത് ധർമ്മനുഷ്ഠിക്കാത്തത് കൊണ്ടാണ്. അതാണ് പാഠം. ശരി, ധർമ്മനുഷ്ഠിക്കാം. പ്രജകളോട് ഞാൻ പറയാം, ഇപ്പം അവരുടെ വിശപ്പ് മാറണം, വിഷമം തീരണം. അതിനെന്താ വഴി ചോദിച്ചു. അപ്പം ഭൂമി പറഞ്ഞു, ഞാനിപ്പോൾ പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുകയല്ലേ. ഓരോരോ വർഗ്ഗങ്ങളിലെ കേമനായിട്ടുള്ള ആൾ പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്നോട്ടെ. എന്നാൽ ആ വർഗ്ഗത്തിന് വേണ്ടത് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ അങ്ങോട്ട് കൊടുക്കാം, പാലിൻ്റെ രൂപത്തിൽ അങ്ങോട്ട് കൊടുക്കാം. ശരി, എന്നാൽ അങ്ങനെയാവാം എന്ന് പറഞ്ഞ് ദേവന്മാർ ചെന്നപ്പോൾ അമൃത് കിട്ടി. ഇന്ദ്രൻ പശുക്കുട്ടിയായിട്ട് പോയപ്പോൾ അമൃത് കിട്ടി. അസുരന്മാരിലെ പ്രഹ്ലാദൻ കേമനാണല്ലോ. പശുക്കുട്ടിയായിട്ട് പോയപ്പം അവർക്ക് വേണ്ടത് മദ്യമാണ്, അത് കിട്ടി. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും? നേരെയാവാനുള്ള വഴിയും ചീത്തയാവാനുള്ള വഴി എവിടെ ഉണ്ട്? ഭൂമിയിലുണ്ട്. കാട്ടിൽ പോയാൽ ചന്ദനമുണ്ട്, കഞ്ചാവും ഉണ്ട്. എന്ത് വേണം നമുക്ക് തീരുമാനിക്കാം. നശിക്കണോ നേരെയാവണോ? ആരും നിർബന്ധിക്കൊന്നുമില്ല. ആ വഴി പോയാൽ കുഴി ചാടാ, വഴി പോയാൽ നേരെ പോവാം, എന്താച്ചാവാം, അത്രയേ ഉള്ളൂ. അത് കാണിക്കുകയാണ്. അങ്ങനെ ഭൂമിയെ സ്നേഹിച്ചു, ഭൂമിയിൽ നിന്ന് കവർന്നെടുത്തു. അനുവാദത്തോടു കൂടി സ്വീകരിക്കുക, കവർന്നെടുക്കണം. അതാണ് യജ്ഞഭാവം എന്ന് പറഞ്ഞാൽ. ഭഗവാനെ പൂജിച്ചിട്ട് ഭഗവാനെ കൊടുത്തിട്ട് നിവേദ്യം അത് പ്രസാദ രൂപത്തിൽ കഴിക്കുക. ഏന ത്യക്തേന ഭുഞ്ചീഥാ മാഗൃധ കസ്യസിദ്ധനം. കൊടുത്തിട്ട് കഴിക്കുക. എന്തുണ്ടാവുമ്പോൾ പണ്ടൊക്കെ അങ്ങനെയാണ്. ഒരു വാഴക്കൊല ഉണ്ടായാൽ അമ്പലത്തേക്ക് കൊടുക്കും, എന്നിട്ട് അത് പലർക്കും വിധിച്ചു കൊടുത്ത് ഒന്ന് കഴിക്കുക. ഒരു സന്തോഷമാണ്. വലിയ തേങ്ങയൊക്കെ ഉണ്ടായി എടുത്ത് വയ്ക്കും അത് അമ്പലത്തേക്ക്. എന്നിപ്പം ഒന്നിനും പറ്റാത്തൊരു തേങ്ങ ഉണ്ടെങ്കിൽ ആ അമ്പലത്തിൽ എടുക്കാത്ത നോട്ടാ എന്നാൽ ഭണ്ണാരത്തിലിടാം. ഇവിടുത്തെ കാര്യമൊക്കെ നിശ്ചയില്ല കേട്ടോ. എറണാകുളത്തൊന്നും അങ്ങനെയില്ല, കേൾക്കുന്നുണ്ട്. നിശ്ചയില്ല, അറിയില്ല. എല്ലായിടത്തും ഉണ്ടാവും. സെക്രട്ടറിക്കും ഖജാൻജിക്കും ഇവർക്കൊക്കെ അറിയുണ്ടാവും. നടന്നു എല്ലാവർക്കും ഇപ്പോൾ അത് അറിയില്ലല്ലോ. മണ്ണാർ എണ്ണുന്ന സമയത്ത് 50 ഉറുപ്പിയുടെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് ട്രഷററെ അങ്ങോട്ട് കാണാം, അങ്ങനെയൊക്കെയാണ് അവസ്ഥ. പണ്ടങ്ങനെയല്ല. പണ്ട് നല്ലത് ഭഗവാനാണ്. താൻ കുറച്ച് പരിങ്ങലാണെങ്കിലും ഭഗവാന് ഗംഭീരമായിട്ട്. അതാണ് നോക്കുക. അങ്ങനെയുള്ളവർക്ക് നല്ല സമാധാനം ഉണ്ടാവും. ആ നാട്ടിൽ മൊത്തം സമാധാനമുണ്ട്. പണ്ട് കാലത്തൊക്കെ അമ്പലം എങ്ങനെ ഇടുന്ന നോക്കുക. അമ്പലം നന്നായി ചാവടമുള്ളവരൊക്കെ കുഴപ്പമില്ലാത്തവരാണ്. അങ്ങനെ കണക്കാക്കുക. അത്യാവശ്യം പ്രഭാവമുള്ളവരാണ്. പശുവിൽ നിന്ന് കറന്നെടുക്കുക പറയുമ്പോൾ എങ്ങനെയാണ് കറക്കാൻ പോവുക? പശുവിനെ കറക്കാൻ പോകുക എങ്ങനെയാണ്? 10 ദിവസം പട്ടടിക്ക് ഇട്ടിട്ട് ബക്കറ്റും കൊണ്ടുപോയാൽ ചവിട്ട് കിട്ടും. അതാണ് ഇപ്പോൾ കിട്ടുന്നത്. അതിലെ ലെവലേശം മാനിക്കുന്നില്ല. പ്രകൃതിയുടെ വേദന മനസ്സിലാക്കുന്നില്ല. നമ്മൾ കുഴൽക്കിണർ കുഴിച്ചിട്ടും ഉള്ള കുളമൊക്കെ നശിപ്പിച്ചിട്ടും ഒക്കെ വേസ്റ്റ് കൊണ്ടുപോയിട്ടിട്ടും പാറ പൊട്ടിച്ചിട്ടും മണൽ വാരിയിട്ടും ഇങ്ങനെ എന്നിട്ട് വെള്ളപ്പൊക്കത്തിന് കുറ്റം പറയുകയാണ്. തോട് വേണ്ടേ? നമ്മളതൊക്കെ മാറ്റി, നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ മാറ്റി നാളത്തെ പറ്റി ചിന്തിക്കുന്നില്ല. നമ്മുടെ മക്കളെ കാര്യം ആലോചിക്കുന്നില്ല. തൽക്കാലത്തൊരു നേട്ടത്തിന് വേണ്ടി ഓരോന്ന് കാണിച്ച് കൂട്ടിയിട്ട് വിഷമമുണ്ടാകുമ്പം അത് പ്രകൃതിയെ കുറ്റം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പ്രകൃതി ക്ഷോഭിക്കൊന്നുമല്ല, അത് കരയാണ്. അതാണ് ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതി കരയാണ്. വെള്ളപ്പൊക്കം പ്രകൃതി കരയാണ്. സുനാമി പ്രകൃതി കരയാണ്, ദുഃഖിക്കുകയാണ്. നമ്മൾ ചെയ്ത് തന്നെ തിരിച്ചടിക്കുകയാണ്. പണ്ട് കാലത്തൊക്കെ ഒരു മരം വെട്ടുമ്പോൾ 10 മരം നടും. തൈ നട്ടിട്ട് എന്ത് ചെയ്യുള്ളൂ? ഒരു മരം മുറിക്കുള്ളൂ. വീടിൻ്റെ ഒക്കെ ആവശ്യത്തിന് ചിലപ്പോൾ മരം മുറിക്കേണ്ടി വരും. 10 നട്ടിട്ടേ മുറിക്കുള്ളൂ. എന്നോ അങ്ങനെയൊന്നും ചിന്തയൊന്നുമില്ല. മരത്തിനടുത്ത് പോയിട്ട് ആശാരിയുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അയാളുടെ ഒരു പൂജയൊക്കെ ഉണ്ട്. തൊഴുത് ഇതിൻ്റെ മുകളിലുള്ള പക്ഷികളെ നിങ്ങളൊക്കെ വേറെ വീട് അന്വേഷിച്ച് പോകണേ, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മരം. അതൊക്കെ അന്ധവിശ്വാസമായി. അതൊക്കെ ഒരു മോശം പ്രവൃത്തിയായിട്ട് മാറി. ഒക്കെ വിവരമില്ലാത്ത ഓരോ കാര്യമായിട്ട് മാറി.
അതിനുശേഷമാണ് ഈ പ്രയാസമൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് പ്രകൃതിയെ പൂജിക്കണം, അതാണ് ഈ കാണിച്ചിരുന്നത്. അതിനെ സ്നേഹിക്കണം. ആർത്തി കൊണ്ട് നശിച്ചു പോകരുത്. പൊന്മുട്ടയിടേണ്ട താറാവിൻ്റെ കഥ കേട്ടില്ലേ? പാല് കിട്ടാൻ വേണ്ടി അകിട് മുറിക്കരുതേ എന്നാണ്. അതിനെ സ്നേഹിക്കണം, എന്നും വേണമെന്നുള്ള വിചാരം ഉണ്ടാവണം. എൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ കാലവും വേണം ഈ ഒരു സമാധാനം എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ള മട്ടിൽ വളരെ ഒതുങ്ങിക്കഴിയണം, വിനയത്തോടുകൂടി. ഈശാവാസ്യമിതം സർവം, ഈ ഒരു ഉപനിഷത്തിൻ്റെ ആ വാക്യത്തിൻ്റെ അർത്ഥമാണ് ഇപ്പോൾ ഇവിടെ വർണ്ണിക്കുന്നത്. അതുകൊണ്ട് കാമമൊക്കെ അനുഭവിക്കേണ്ടത് എങ്ങനെ വേണം? തൻ്റെ ഇന്ദ്രിയപ്രീതിക്കല്ല. അത് ജീവിക്കണം വെച്ചാൽ ലേശം അനുഭവിക്കേണ്ട പറ്റില്ല. അത് മാന്യമായിട്ട് ധാർമ്മികമായിട്ട് അനുഭവിച്ചും കൊണ്ട് മെല്ലെ മെല്ലെ ഭഗവാനിലേക്ക് തിരിയുക. അങ്ങനെയാണ് ഇവിടെ ഭോഗം അനുഭവിക്കേണ്ടതെന്ന് കാണിച്ചു തരിക പൃഥുചരിത്രം. ഏതായാലും പൃഥുവിന് അങ്ങനെ വേണ്ടതൊക്കെ കിട്ടി, വലിയ സന്തോഷമായി. പൃഥു ചോദിച്ചു, ഭൂമിക്ക് പകരം ഞാൻ എന്താ വേണ്ടു ചോദിച്ചു. ഭൂമി പറഞ്ഞു, ഒന്ന് നിരപ്പാക്കി തന്നത് നന്നായി. അങ്ങനെ ഭൂമി ഒന്ന് നിരപ്പാക്കി. അങ്ങനെ പൃഥുവിൻ്റെ മകൾ എന്ന അർത്ഥത്തിൽ പൃഥ്വി എന്നൊരു പേര് ഭൂമിക്ക് അന്ന് മുതൽ കിട്ടി. പൃഥുവിൻ്റെ ആ രാജ്യഭരണം എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. സുഖമായിട്ട് കഴിഞ്ഞു, ആർക്കും ഒരു പേടിയില്ലാണ്ട് കഴിഞ്ഞു. ജീവിതത്തിൽ ഐശ്വര്യം ഇങ്ങനെ കൂടി വന്നപ്പോൾ പൃഥു ആലോചിച്ച് എന്താ വേണ്ടുമെന്ന്. അപ്പം യാഗം ചെയ്യാം, പണ്ട് അങ്ങനെയാണ്. അങ്ങനെ അദ്ദേഹം കേമായിട്ടുള്ള യാഗം തന്നെ, അശ്വമേധം. രാജാവല്ലേ, അപ്പോൾ ആ മട്ടിൽ തരണം, കാശുണ്ട്, സമ്പത്തുണ്ട്. അശ്വമേധയാഗം 1 അല്ല 2 അല്ല 3 അല്ല, അത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. 99 ആയപ്പോഴേക്ക് ഇന്ദ്രനടക്കം തൻ്റെ പോസ്റ്റിന് വേണ്ടിയാണോ സംശയമുണ്ട് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ വന്ന് മുടക്കുകയാണ്. അതൊന്നുമല്ല, ഇന്ദ്രനെ ഒന്നും പൃഥു കണക്കാക്കണമെന്നല്ലേ. ഇന്ദ്രൻ ഇന്ദ്രപദവി എന്താ വലിയ കേമ. പക്ഷേ ഇന്ദ്രൻ അങ്ങനെ തോന്നുകയാണ്. അദ്ദേഹം ഈ യാഗം ചെയ്യണതേ തൻ്റെ പോസ്റ്റിന് വേണ്ടിയാന്ന് തോന്നി. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ഈ യാഗ പശുവിനെ, കുതിരയെ കട്ടുകൊണ്ട് പോവുകയാണ്. പല വേഷവും കെട്ടിയിട്ട്, പാഖണ്ഡ മതം അങ്ങനെ ഉണ്ടായതെന്ന് പറയാം. ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്ന തരത്തിലുള്ള വേഷം കെട്ടുക. സന്യാസി വേഷം കെട്ടി വരിക, മുടി മൊട്ടടിച്ചിട്ട് തല മൊട്ടടിച്ച് വരിക, മുടി നീട്ടി വരിക, കുറി തൊട്ട് വരിക, അങ്ങനെയൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അല്ല, അപ്പം കണ്ടാൽ തോന്നില്ല അയാൾ എടുക്കും, നമ്മൾ വിചാരിക്കും, കക്കുന്നു വിചാരിക്കും. അങ്ങനെ മക്കൾ പോയി പിടിക്കുമ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ പോണ വഴിക്ക് ഒരു കയറ് കണ്ടപ്പോൾ അങ്ങോട്ട് എടുത്തതാ, അതിൻ്റെ അറ്റത്ത് കുതിരയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയൊക്കെ ഓരോ വർത്തമാനം പറഞ്ഞ് 99 യാഗം കഴിഞ്ഞ് 100ാമത്തത് പുറപ്പെട്ട സമയത്ത് ഇങ്ങനെ ആവർത്തിച്ചപ്പം പൃഥു പറഞ്ഞു, തൽക്കാലം നിർത്തുക. ഇന്ദ്രനാണെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് എഴുന്നേൽക്കാമെന്ന് പറഞ്ഞ് പൃഥു എഴുന്നേൽക്കാൻ പുറപ്പെട്ടപ്പം അവിടെ ഋത്വിക്കുകൾ പറഞ്ഞു, എണീക്കേണ്ട, യാഗത്തിനിടയ്ക്ക് എണീക്കേണ്ടത് മോശമല്ലേ. ഇന്ദ്രനാന്ന് ഉറപ്പില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ദ്രനെ നമുക്ക് അങ്ങോട്ട് ആവാഹിക്കാം, മന്ത്രം കയ്യിലുണ്ടല്ലോ. അവർ ഇന്ദ്രൻ്റെ മന്ത്രം ജപിച്ച് അങ്ങോട്ട് ആവാഹിക്കാൻ പുറപ്പെട്ടപ്പോൾ ഇന്ദ്രന് തൻ്റെ സ്വർഗത്തിൽ നിന്ന് തന്നെ ആരോ പിടിച്ചു വലിക്കും പോലെ വലിയ പ്രയാസം. ഇന്ദ്രൻ മുകളിലേക്ക് അങ്ങോട്ട് പോയി, അവിടെ സത്യലോകത്തെത്തി ബ്രഹ്മദേവൻ്റെ കസേര അങ്ങോട്ട് പിടിച്ചു. അവസാനം ഇന്ദ്രനും കസേരയും ബ്രഹ്മദേവനും കൂടി ഹോമകുണ്ഡത്തിൻ്റെ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. ഋഷിമാർ സ്വാഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഇവിടെ എത്തി? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് കിടന്നുറങ്ങിയിരുന്നു. അപ്പോഴാണ് അങ്ങനെ ഞാനെന്ത് ചെയ്തിട്ടാ എങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോഴാണ് കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. അവിടെ വെച്ച് പൃഥുവിനോട് പറയാണ്, രാജാവേ, താൻ 99 യാഗം ചെയ്തിട്ടില്ലേ? മതി, അത് മതി. എന്തിനീ കുറേ യാഗം ഇങ്ങനെ ചെയ്തിട്ടെന്താ? ഹൃദയശുദ്ധിക്കല്ലേ ചെയ്യണത്. തനിക്ക് ഹൃദയശുദ്ധി വന്നില്ലേ പിന്നെ ഇങ്ങനെ ചെയ്യണോ? ചിത്തശുദ്ധിക്കല്ലേ കർമ്മം ചെയ്യണത് അല്ലേ? പിന്നെ താൻ യാഗം ഇങ്ങനെ ചെയ്യുമ്പം ഈ ഇന്ദ്രന് അസൂയ കൂടുകയാണ്. ഇന്ദ്രന് അസൂയ കൂടുന്നത് ഇല്ലാണ്ടൊക്കെ ഞാൻ വിചാരിച്ചാൽ നടക്കില്ല, ബ്രഹ്മാവ് വിചാരിച്ചാൽ നടക്കില്ല. എന്നാൽ ഇന്ദ്രനോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞെടുത്തൂടെ? പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്ക് മനസ്സിലാവില്ല. തനിക്ക് പിന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നോട് മിണ്ടുകയാണ്, പറയുകയാണ്, തൽക്കാലം നിർത്തിക്കോളും, മതി. താൻ ഒരു യാഗം ചെയ്തപ്പോൾ തന്നെ ഭഗവാൻ സന്തോഷിച്ചിട്ടുണ്ട്, നിർത്താം എന്നുള്ള ആ വർത്തമാനം കേട്ട് കേട്ടപ്പം നിർത്താനും ഒരു മടി ആർക്കുണ്ടായില്ല. പ്രവർത്തിക്കാനും മടിയില്ല, നിർത്താനും മടിയില്ല. അതാണ് വിവേകാനന്ദ സ്വാമിയൊക്കെ രാമകൃഷ്ണ മഠം ഉണ്ടാക്കാനും മടിയില്ല. ഒരു ആപത്ത് വന്നു, രോഗം വന്നു, എന്നാൽ അത് വിൽക്കണോ? അതിനും മടിയില്ല, ഒരു പ്രശ്നവുമില്ല. അതാണ് നമുക്ക് പണിയെടുക്കാൻ മാത്രമേ പറ്റൂ, നിർത്താൻ പറഞ്ഞാൽ വയ്യ. ആ പ്രശ്നമാണ്. എടുക്കണത് വരെ വയ്യാന്നായിരുന്നു, എടുത്തു തുടങ്ങിയപ്പോൾ പിന്നെ അതിൽ മുഴുകി, പിന്നെ നിർത്താൻ വയ്യ. ഇതാണ് നമ്മളെ കഥ. ഇത് നോക്കൂ, ഒരു പ്രശ്നവുമില്ല. യാഗം ചെയ്യുമ്പോഴും സന്തോഷം, അത് മുടങ്ങിയപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് ചലിച്ചില്ല പരീക്ഷത്തെ. അതാ മനസ്സിലാക്കേണ്ടത്. അതാണ് പൃഥുവിൻ്റെ ചരിത്രം കാണിച്ചിരുന്നത്. മുടങ്ങിയപ്പോൾ അദ്ദേഹം എന്ത് കരുതുന്നറിയും? നന്നായി മുടങ്ങിയത്, തനിക്ക് ആ അഹങ്കാരം ഇല്ലാണ്ട് കഴിഞ്ഞു. ഇല്ലെങ്കിൽ 100 യാഗം ചെയ്തവെന്നുള്ള അഹങ്കാരം ഉണ്ടാവില്ലേ? ഇല്ലേ? നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ? ഇന്ന് വരെ തിരുമേനി ഒരേകാശി ഞാൻ. ഇതൊക്കെ എന്തിനാ നമ്മളോട് പറഞ്ഞത്? അല്ല, ഞാൻ പറയേണ്ടത് തെറ്റൊന്നുമില്ല കേട്ടോ. എന്നാലും പറയാം, അത് സാത്വിക അഹങ്കാരം. ആ അഹങ്കാരവും അഹങ്കാരമല്ലേ, അതില്ലാണ്ട കഴിഞ്ഞു എന്ന് കണക്കാക്കി ജീവിതത്തിൽ എന്ത് വരുമ്പോഴും നോക്കൂ,
നന്നായി, ഒക്കെ നല്ലത് തന്നെ, താൻ നേരെയാവാൻ എന്നങ്ങോട്ട് കണക്കാക്കി. എന്താണ് പൃഥുവിൻ്റെ മഹത്വം? അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഷ്ഠ കണ്ട സമയത്ത് ഭഗവാൻ അദ്ദേഹത്തെ കാണാൻ മോഹായി. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് പോയി. എന്ത് വരാൻ വേണ്ടു ചോദിച്ചു. ഒന്നും വേണ്ട പറഞ്ഞു. വീണ്ടും നിർബന്ധിച്ചപ്പം അങ്ങനെയാണെങ്കിൽ പല ദിക്കിലും സപ്താഹം നടക്കണില്ലേ, ഒക്കെ ഒന്ന് പോയി കേൾക്കാൻ പറ്റുമോ? അതുമാത്രമേ ആഗ്രഹമുള്ളൂ. നോക്കൂ, അങ്ങനെയാണ് വേണ്ടത്. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ സാധിക്കലാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് തൻ്റെ ഈ ജോലി തിരക്ക് മൂലം സാധിക്കുന്നില്ല. അതുകൊണ്ട് ഹരൗ സവവ്രേതാണ്. ആ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ പാകത്തിന് ഒരു 1000കണക്കിന് ചെവികൾ തരുമോ? അതാണ് കർണായുധമേഷമേ വരാ മഹത്തമാന്തർഹൃദയാൻ മുഖച്യുതോ. മഹാത്മാക്കൾ പല ദിക്കിലിരുന്നിട്ട് അങ്ങയെ അനുഭവിച്ചവരങ്ങനെ പറയുന്ന സമയത്തെ അവരുടെ ഹൃദയത്തിലുള്ള ആ ഗംഗ അതങ്ങനെ മുഖത്തിലൂടെ പ്രവഹിക്കുമ്പം അത് കോരിക്കുടിക്കാൻ പാകത്തിനൊരു 1000 ചെവികൾ തന്ന് അനുഗ്രഹിക്കുമോ? 1000 ചെവി പറഞ്ഞാൽ മേലാസകലം ചെവി എന്നല്ല, ഒരു ഭാഷയാണത്. അതാണ്. അത്രയ്ക്കൊരു ശ്രദ്ധ തരുമോ? ഈശ്വര കഥകൾ കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാക്കി തരുമോ? ഇതാണ് സജ്ജനങ്ങളെ പ്രാർത്ഥിക്കേണ്ടത്. പൃഥു പോലും പ്രാർത്ഥിച്ചത് എന്താ? ഭഗവാന്റെ കഥകൾ കേൾക്കാൻ സാധിക്കണേ. ഇതിലപ്പുറമൊന്നും ഇല്ലേനി പോടെ ഭാഗ്യം. അതാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ ആവട്ടെ എന്ന് അനുഗ്രഹിച്ചതും അതിനുള്ള അവസരം ഉണ്ടായി. സനകാദികൾ കൊട്ടാരത്തിലേക്ക് എത്തി. സനകാദികൾ മഹാത്മാക്കളെ കാണാൻ പറ്റിയില്ലേ? നിങ്ങളെ കാണാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ്. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, എന്തനുഷ്ഠിച്ചാൽ ജന്മം ലാഭമാവുക? ഇവിടെ ഏറ്റവും വലിയ ലാഭം, അല്ലയോ പൃഥ്വിരാജാവേ, അങ്ങനെ അറിയാത്ത കാര്യമല്ല, എന്നാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം. സംഗമഃ ഖലു സാധൂനാം. സത്സംഗത്തിനേക്കാൾ വലുത് ലോകത്തൊന്നുമില്ല. എത്ര സമ്പത്ത് കിട്ടിയാലും അതൊന്നും സത്സംഗത്തിനൊക്കില്ല. ആദ്യം വേണ്ടത് മനുഷ്യനാവുക, നേരെയാണെന്നുള്ള വിചാരം ഉണ്ടാവുക. ഇത് രണ്ടും ഉണ്ടായിട്ട് കാര്യമില്ല. മഹാത്മാക്കളെ കാണുന്നില്ലെങ്കിൽ പിന്നെ. അതുകൊണ്ട് ഏറ്റവും പ്രധാനം സത്സംഗമാണ്. സത്സംഗഃ സേവധർനൃണാം. സത്സംഗ മഹിമ അവിടെ വെച്ച് പറയണു. ഇത്രയും വലിയ ഉപദേശം നിന്ന് അവർക്ക് ദക്ഷിണ കൊടുത്തു. എന്താ ദക്ഷിണയായിട്ട് കൊടുത്തത്? താൻ സമ്പാദിച്ചത് മുഴുവൻ അവർക്ക് കൊടുക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്കിപ്പം തന്നെ അതൊക്കെ താൻ തന്ന സ്ഥിതിക്ക് സ്വീകരിക്കേണ്ടിയിരിക്കണില്ല. അത് തൊട്ടു കേട്ടോ, തിരിച്ചു കൊടുത്തു. പ്രസാദമായിട്ട് എടുത്തോളൂ, ഞങ്ങൾക്ക് ഉടുതുണി പോലും ഇല്ലാത്തവരാ, ഞങ്ങൾക്ക് എന്തിനീ സമ്പത്ത് എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. പിന്നീട് കുറച്ചു കാലമൊക്കെ രാജ്യം ഭരിച്ചു. തൻ്റെ മക്കൾക്ക് പ്രാപ്തി എന്ന് കണ്ടപ്പോഴേ 50 വയസ്സായപ്പം അദ്ദേഹമൊക്കെ വിട്ടു കാട്ടിലേക്ക് പോയി. പതിവ്രതയായിട്ടുള്ള പൃഥുവും കൂടെ പോയി. അങ്ങനെ യോഗമാർഗത്തിൽ രണ്ടുപേരും ഒരുമിച്ച് ദേഹം ത്യജിച്ചു, ഭഗവാനിലേക്ക് ചേർന്നു. അതാണ് പൃഥുചരിത്രം. ഇങ്ങനെ വേണം ലോകത്ത് ജീവിക്കാൻ. ഇങ്ങനെയാണ് കുടുംബമായിട്ട് സമാധാനമായിട്ടിരിക്കാനുള്ള വഴിയാണ് പറഞ്ഞത്. വേണ്ട സമയത്തൊക്കെ വേണ്ടതൊക്കെ ചെയ്ത് കൃതാർത്ഥനായിട്ട് അങ്ങനെ കണ്ണടയ്ക്കുക, അതല്ലേ ഭാഗ്യം. അങ്ങനെയാണ് കഴിയേണ്ടത്. ഇങ്ങനെയാണ് ഇവിടെ കാമങ്ങളൊക്കെ അനുഭവിക്കേണ്ടത്. ഭഗവാന്റെ പ്രസാദമായിട്ട് കണ്ട് വിനയത്തോടു കൂടി കഴിക്കുക. എല്ലാവർക്കും കൊടുത്ത് വളരെ സമാധാനത്തോടു കൂടി പ്രസാദം എന്നുള്ള മട്ടിൽ അനുഭവിക്കുകയാണ് വേണ്ടതെന്ന് കാണിക്കുകയാണ്. ഇനി മോക്ഷം എന്ന പുരുഷാർത്ഥം അത് കാണിക്കാൻ പുരഞ്ജനോപാഖ്യാനം.